لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله تعالى وبركاته. നമ്മൾ കഴിഞ്ഞ സെഷനിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഈ സെഷനിൽ ആളും കൂടുതലാണ്, അന്ന് വന്ന കുറച്ച് ആൾക്കാർ ഇന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇത് പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ പറയേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ആകും. അപ്പോൾ കഴിഞ്ഞ സെഷൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യും, അതിൻ്റെ പ്രസൻറ്റേഷൻസും റീഷെയർ ചെയ്യും. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തുടർച്ചയായിട്ട് ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു നിർത്തിയത് പ്രധാനമായിട്ടും ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയൊരു സിസ്റ്റത്തിൻ്റെ ക്രിയേഷൻ അല്ല. ഉള്ള സിസ്റ്റത്തിൽ ഇസ്ലാം ചില സംഗതികൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 നിരോധനങ്ങളുണ്ട്. റിബ എന്ന് പറയുന്നത് 2 തരമുണ്ട്. റിബ അൽ ഖുർആൻ, റിബ സുന്ന, റിബ നസിയ, റിബ അൽ ഫضൽ എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ ഖറർ, മൈസിർ. ഈ 3 സംഗതികളെയാണ് ഇസ്ലാം പ്രധാനമായിട്ടും നിരോധിക്കുന്നത്. അതുകൂടാതെ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു എത്തിക്കൽ സിസ്റ്റമുണ്ട്, എത്തിക്സ്. കൃത്യമായ നിരോധനങ്ങളല്ല, എന്നാലും ഒരു മുസ്ലിം തൻ്റെ ഉന്നതമായ സ്വഭാവ സവിശേഷതകളുടെ ഭാഗമായി സ്വീകരിക്കേണ്ടതായ നല്ല ഗുണങ്ങളെയാണ് നമ്മൾ എത്തിക്സ്. അതൊരു ഇക്കണോമിക്സിലും ആ എത്തിക്സ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു സംഗതി കൂടി പറഞ്ഞു നിർത്തി. നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സിസ്റ്റത്തിൽ ശരീഅത്തിൻ്റെ മഖ്സദുകൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടതാണ്. അതിലുള്ള ഒരു ടൂള് കൂടിയാണ് ഇസ്ലാമിക് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്രയും സംഗതികളാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്. അതിൽ റിബ എന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ വിശദീകരിച്ചു. ഖറർ വിശദീകരിച്ചു. ഖറർ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അഖ്ദ് എന്താണ്, അഖ്ദിൻ്റെ സ്ട്രക്ചർ എന്താണ്, എലിമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് എന്താണ് ഇസ്ലാമിൽ, അതിൽ എവിടെ അവ്യക്തത ഉണ്ടായാലാണ് ഖറർ ഉണ്ടാവുക, അതായത് ഇസ്ലാമിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഖറർ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. മൈസിറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താ ഇല്ലത്തുണ്ടെങ്കിലാണ് ഒരു സംഗതി മൈസിർ ആവുക എന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി റിബ എന്ന് പറയുന്നത് പറ്റുകയില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഖണ്ഡിതമായ പ്രമാണമാണ്. ആർക്കും അതിൽ മാറ്റത്തിരുത്തലുകളൊന്നും വരുത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. വളരെ വ്യക്തമായ നിരോധനമാണ്, വളരെ ശക്തമായ നിരോധനവുമാണ് ഇസ്ലാമിലെ പലിശ നിരോധനം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാനുള്ളത് എന്താണ്? പലിശ എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ ഇക്കണോമി എന്നതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പലിശക്ക് പകരം പലിശ എന്ന് പറയുന്നത് ഇന്ന് ഇക്കണോമിക് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ്റെ സാർവത്രികമായിട്ടുള്ള ടൂളാണ്. ഇറ്റ് ഈസ് ദി കോമൺ ടൂൾ ഫോർ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ. അപ്പോൾ അത് പറ്റൂല എന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഇക്കണോമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പലിശ എന്ത് സംഗതിയാണോ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷനിൽ നിർവഹിക്കുന്നത്, അത് നിർവഹിക്കാൻ പര്യാപ്തമായ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തുള്ള പേരിൽ? ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇഫ് നോട്ട് ഇൻട്രസ്റ്റ് ദെൻ വാട്ട്? ആ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ ഇൻട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിനെ ശക്തമായിട്ട് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തേക്ക് ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ എങ്ങനെ എൻജിനീയർ ചെയ്യാം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റഡി കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ മനസ്സിലാക്കുമ്പോൾ 3 ലെവൽസിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫസ്റ്റ് ലെവല് അതിൻ്റെ ഒറിജിനൽ ഫിഖ്ഹി ഫോമിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, മുഷാറക്ക എന്ന് പറയുമ്പോൾ ക്ലാസിക് ബുക്സ് ഓഫ് ഫിഖ്ഹിൽ എന്താണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, എപ്പോഴാണ് മുഷാറക്ക വാലിഡ് ആവുക, എപ്പോഴാണ് അത് ഇൻവാലിഡ് ആവുക, അങ്ങനെ കുറേ സംഗതികൾ നമ്മളുടെ ക്ലാസിക് ബുക്സിൽ പറയുന്നുണ്ട്. അത് എന്ത് ലെവലിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്? ഇന്നത്തെ പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ ഇല്ലാത്ത
ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്ത ഒരു കാലത്ത് രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് എന്ത് ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോമാണ് അതിൽ പറയുക. രണ്ട് വ്യക്തികൾ നടത്തുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മുഷാറക്കയിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്തെല്ലാം സംഗതികൾ ബാധകമാകും എന്നുള്ളതാണ് പ്രധാനമായിട്ട് എവിടെ പറയുക, ഈ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുക. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്താ കാരണം? ബേസിക് ആയിട്ടുള്ള നിരോധനങ്ങളും ബേസിക് ആയിട്ടുള്ള ഷർത്തുകളും ഒക്കെ എവിടെ ഉണ്ടാവുള്ളൂ? ഫിഖ്ഹിൻ്റെ പുസ്തകങ്ങളിൽ ഉണ്ടാവുള്ളൂ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് എന്താ? ഇന്ന് കാണുന്ന ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൈനാൻസിങ് എന്ന് പറയുന്നത് കോർ ബിസിനസ് ആയിട്ടുള്ള ബാങ്ക്സ് അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഷാറക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം അഡീഷണൽ കണ്ടീഷൻസ് ആണ് ആപ്ലിക്കബിൾ ആവുക, അല്ലെങ്കിൽ ആ സെറ്റിങ്ങിൽ ഈ ഒരു സംഗതി ഉപയോഗിക്കാൻ പറ്റുമോ, അതല്ല അത് വ്യക്തിഗതമായ കോൺട്രാക്റ്റുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്നതാണോ എന്നുള്ളത് നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെയും ഒരു ഹയർ ലെവലുണ്ട്. എന്താണത്? സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നതാണ്. ഇതും പണ്ട് കാലത്തില്ല. സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നതും പണ്ട് എന്താ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷെയർസിൻ്റെ കാര്യം പറഞ്ഞു. ഷെയർസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഷിർക്കത്താണ്. ഇസ്ലാമികമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചാൽ എന്താണ്? ഒരു കമ്പനിയിലെ ഷെയർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഷിർക്കത്തുൽ മാൽ ആണ്. അപ്പോൾ അത് ഫിഖ്ഹിൻ്റെ പുസ്തകങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ആളുകൾക്ക് തുടർച്ചയായി കൈമാറ്റം ചെയ്യാവുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് ആയിട്ട് എവിടെ മാറ്റുന്നുണ്ട്? സെക്യൂരിറ്റൈസേഷനിലൂടെ മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഗൾഫിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുലാറബ സർട്ടിഫിക്കറ്റ് കിട്ടും, മുറാബഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഇജാറ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ മീഡിയ വണ്ണിൻ്റെ ഷെയർസ് ഉണ്ടാകും. മീഡിയ വണ്ണിൻ്റെ ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിക്കലി ഒരു മുഷാറക്ക സർട്ടിഫിക്കറ്റാണ്. അപ്പം മീഡിയ വണ്ണിൻ്റെ ഷെയർ നിങ്ങൾക്ക് അതിൽ പൈസ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? മീഡിയ വൺ ഒരു ലിസ്റ്റഡ് കമ്പനി അല്ലാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് ഈ ഷെയർസ് കൊടുത്ത് അയാളുടെ അടുത്ത് ആ പൈസ വാങ്ങിയിട്ട് അയാളെ പുതിയ ഷെയർ ഹോൾഡറായിട്ട് അവിടെ രജിസ്ട്രിയിൽ എൻട്രി ചെയ്യണം. ഇപ്പോൾ ലത്തീഫ് സാഹിബും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അറിയാവുന്ന ഷാനിദ് സാഹിബൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ട്രേഡ് ചെയ്യുന്നപ്പോൾ അദ്ദേഹം മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ സെക്യൂരിറ്റൈസേഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. ഇത് പണ്ട് കാലത്തുണ്ടോ? ഒരുപാട് പണ്ട് കാലത്തില്ല, പക്ഷെ അതുണ്ട്. അത് ഉണ്ടായിരുന്നു. ഈ മിഡീവൽ ഇസ്ലാമിക് പീരീഡിൽ അത് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സുക്കൂക്ക് എന്ന വാക്ക് പിന്നീട് ഉണ്ടായത്. അപ്പോൾ 3 ലെവൽസ് ഏതൊക്കെയാണ്? ഒന്ന് ബേസിക് കോൺട്രാക്റ്റ്, അഖ്ദ് ഫിഖ്ഹിൻ്റെ പുസ്തകങ്ങളിൽ എങ്ങനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് മോഡേൺ ഡേ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷന് വേണ്ടിയിട്ട് ഈ അഖ്ദുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തെല്ലാം സംഗതികൾ ശ്രദ്ധിക്കണം. മൂന്നാമതായത് ഇതിൻ്റെ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത് ആ പ്രോസസ്സ് എന്താണ്. ഇത് 3 തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ മനസ്സിലാക്കിയാൽ യു വിൽ ഹാവ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനും എൻജിനീയറിങ്ങും റീ എൻജിനീയറിങ്ങും ഒക്കെ വളരെ സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട ഇതിനെക്കുറിച്ചാണ് മുഷാറക്ക. മുഷാറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേർഡിൻ്റെ അർത്ഥം മുഷാറക്ക ലിറ്ററലി മീൻസ് ഷെയറിങ്. ഒരു ഷെയറിങ് എന്നുള്ള അർത്ഥമാണ് മുഷാറക്ക എന്ന് പറയുന്നതിന് ഉള്ളത്. എന്നാൽ ഈ മുഷാറക്ക ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് ശരിയ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ അവിടെ? എല്ലാവർക്കും മുഷാറക്ക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. പക്ഷെ മുഷാറക്ക എന്ന് പറയുന്ന പദം ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയും കാണുകയില്ല. ഫിഖ്ഹിൻ്റെ പുസ്തകങ്ങളിൽ എവിടെയും മുഷാറക്ക എന്ന് പറയുന്നൊരു പദം കാണുകയില്ല. കാരണം ഇത് ഈ അടുത്ത് ഉണ്ടായി വന്നിട്ടുള്ള ഒരു യൂസേജാണ് മുഷാറക്ക. ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ എന്താ കേട്ടാ? ഷിർക്കത്ത് എന്നുള്ളതാണ് ഉണ്ടാവുക. അതായത് ഫിഖ്ഹുൽ മുആമലാത്തിൽ മാലിയ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കിട്ടുക ഷിർക്കത്ത് എന്നുള്ള പദമാണ്. ഷിർക്കത്തിന് മുഷാറക്കയേക്കാൾ അർത്ഥവ്യാപ്തി ഉണ്ട്. ഇറ്റ് കവേഴ്സ് എ ഹോൾ ലോട്ട് മോർ ദാൻ മുഷാറക്ക. ഈ ഷിർക്കത്തിലെ ഒരു പ്രത്യേക തരത്തെ കുറിക്കാൻ മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? മുഷാറക്ക ഉപയോഗിക്കുന്നത്.
അപ്പോൾ കൂടുതൽ വിപുലമായ പദം ഏതാണ്? ഷിർക്കത്ത്. അതിൽ പരിമിതമായി അതിൽ ഒന്നോ രണ്ടോ സംഗതികളെ മാത്രം കുറിക്കുന്നതാണ് എന്ത്? മുഷാറക്ക. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കാം. പിന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യമേ പറഞ്ഞു, ബേസിക് കോൺസെപ്റ്റിൽ പറഞ്ഞു, ഇസ്ലാം ഒന്നിനിങ്ങനെ പുതിയതായിട്ട് കണ്ട് മുആമലാത്തിൽ പുതിയതായിട്ടൊന്നും നിർമ്മിക്കുന്നില്ല. നിർമ്മിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ചില നിരോധനങ്ങൾ നമ്മൾ പാലിക്കണം. ആ നിരോധനത്തിന് പുറത്ത് നമുക്ക് എന്തും എൻജിനീയർ ചെയ്യാൻ പറ്റും. പക്ഷേ മുഷാറക്കയിൽ ചില കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ചില ബേസിക് റൂൾസ്. അത് മാറ്റാൻ പാടില്ല. അത് മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുഷാറക്കൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഷിർക്കത്ത് എന്നുള്ളിടത്താണ് തുടങ്ങേണ്ടത്. ഷിർക്കത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഷെയറിങ് എന്നുള്ളതാണ് അതിൻ്റെ ലിറ്റററി മീനിങ്. ഷിർക്കത്ത് ബേസിക്കലി 2 തരമാണ്. ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷിർക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? ഷിർക്കത്തുൽ മിൽക്ക്, ഷിർക്കത്തുൽ അഖദ്. ഓക്കെ. ഒരു പ്രോപ്പർട്ടിയിലുള്ള കൂട്ട് ഓണർഷിപ്പിനെയാണ്, ജോയിന്റ് ഓണർഷിപ്പിനെയാണ് എന്ത് പറയുക? ഷിർക്കത്തുൽ മിൽക്ക്. മിൽക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം ഉടമസ്ഥത എന്നാണ്. അഖദ് എന്ന പദത്തിൻ്റെ അർത്ഥം കരാർ എന്നാണ്. അപ്പോൾ ഷിർക്കത്തുൽ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഉടമസ്ഥതയിലുള്ള ഷിർക്കത്ത്. അഖദിലൂടെ, ഒരു കോൺട്രാക്റ്റിലൂടെ ഉണ്ടായി വരുന്ന ഷിർക്കത്തിനെയാണ് ഷിർക്കത്തുൽ അഖദ് എന്ന് പറയുന്നത്. ഷിർക്കത്തുൽ മിൽക്ക്, ജോയിന്റ് ഓണർഷിപ്പ്. എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? ജോയിന്റ് ഓണർഷിപ്പിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. 2 രൂപത്തിൽ ഷിർക്കത്തുൽ മിൽക്ക് ഉണ്ടാകാം. ഒന്ന് ബൈ ചോയ്സ്. 2 പേര് എന്ത് തീരുമാനിക്കുന്നു? ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ, ഒരു പെർട്ടിക്കുലർ മുതലിൻ്റെ ഉടമസ്ഥത ജോയിൻ്റ് ആയിട്ട് സ്വീകരിക്കാൻ 2 ആളുകൾ അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ ആളുകൾ തീരുമാനിക്കുമ്പോൾ എന്തുണ്ടാകും? ഷിർക്കത്തുൽ മിൽക്ക് ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു ബിൽഡിങ്ങും ലാൻഡും 2 ആളുകൾ പകുതി പൈസ എടുത്തുകൊണ്ട് വാങ്ങിച്ചു. അവിടെ എന്താ ഉള്ളത്? ഒരു ഷിർക്കത്തുൽ മിൽക്കാണുള്ളത്. ആ ബിൽഡിംഗ് എന്ന് വന്ന പ്രോപ്പർട്ടിയിൽ ജോയിൻ്റ് ഓണർഷിപ്പാണ്. ഓക്കെ. രണ്ടാമത്തെ ഷിർക്കത്തുൽ മിൽക്ക് ഉണ്ടാകുന്ന വിധം ചോയ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആളുകൾക്ക് ഒരു ചോയ്സും ഇല്ലാതെ ഉണ്ടാകുന്ന ഷിർക്കത്ത്. അതിനുള്ള ഉദാഹരണം എന്തായിരിക്കും? മീറാത്ത്. ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച പോയിന്റ് മുതൽ ആക്ച്വലി അവിടെ എന്താണ് നിലനിൽക്കുന്നത്? എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് എന്നുള്ള നിലക്ക് അവിടെ ഷിർക്കത്തുൽ മിൽക്കാണ്. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്നതാണോ? അല്ല, അതങ്ങനെയാണ്. പിന്നെ ഓരോരുത്തരും വ്യക്തത വരുത്തേണ്ട ആവശ്യമേ ഉള്ളൂ, എങ്ങനെയാണ് അതിൻ്റെ വീതം വെപ്പ് കാര്യങ്ങൾ. പക്ഷേ ഇസ്ലാമികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഷിർക്കത്തുൽ മിൽക്കാണ്. ആരാണോ മരണപ്പെട്ടത് അദ്ദേഹത്തിന് ആരൊക്കെ അനന്തരാവകാശികളായിട്ടുണ്ടോ അവർക്കെല്ലാം കൂടി അവകാശപ്പെട്ട ഒരു സ്വത്താണ് അത്. ആ നിലക്കത് ഷിർക്കത്തുൽ മിൽക്കാണ്. ഇനി ഷിർക്കത്തുൽ അഖദ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയിലൂടെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് എന്ത്? ഷിർക്കത്തുൽ അഖദ്. സ്വന്തം ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ, മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനെ എന്ത് പറയുന്നു? മൊത്തത്തിൽ ഷിർക്കത്തുൽ അഖദ് എന്ന് പറയുന്നു. അതിൽ തന്നെ വീണ്ടും എന്തുണ്ട്? 3 തരങ്ങളെ കിതാബുകൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഷിർക്കത്തുൽ അംവാൽ, സമ്പത്തിലുള്ള കൂട്ട് ഓണർഷിപ്പ്, ജോയിൻ്റ് ഓണർഷിപ്പ്. എന്താണ് ഉദാഹരണം? ഒരു കമ്പനി, ഒരു ട്രേഡിംഗ് കമ്പനി ഫോം ചെയ്യണം. സ്റ്റോക്ക് മേടിച്ചു, 4 ആൾക്കാർ കൂടിയിട്ടാണ് അത് ഫോം ചെയ്തത്. ഓരോരുത്തരും 4/1 വിഹിതം എടുത്തു. അങ്ങനെ അതിനു വേണ്ട പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു, അതിനു വേണ്ട സാധന സാമഗ്രികൾ, കെട്ടിടം, മറ്റു സംഗതികളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ആ ഒരു ഷിർക്കത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ആരുടെ കൂട്ട് ഓണർഷിപ്പിലാണുള്ളത്? ആ 4 ആളുകളുടെ ജോയിൻ്റ് ഓണർഷിപ്പിലാണുള്ളത്. ആ ജോയിൻ്റ് ഓണർഷിപ്പ് നിലവിൽ വന്നത് എങ്ങനെയാണ്?
ഒരു അഖദിലൂടെയാണ്, ഒരു കോൺട്രാക്റ്റിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് അതിനെന്ത് പറയുന്നു? ഷിർക്കത്തുൽ അഖദാണ്. അതിൽ തന്നെ ഷിർക്കത്തുൽ അംവാലാണത്. രണ്ടാമത്തേത് ഷിർക്കത്തുൽ അഅ്മാൽ. ഷിർക്കത്തുൽ അഅ്മാൽ, അവിടെ സാധന സാമഗ്രികളില്ല, പക്ഷേ ഒരു ആക്ടിവിറ്റിയിൽ ആളുകൾ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതിനെയാണ് ഷിർക്കത്തുൽ അഅ്മാൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 3 ടൈലർമാർ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ജോയിൻ്റ് ആയിട്ട് പണിയെടുക്കാം. ഒരു ഷോപ്പിൽ നമ്മൾ ജോയിൻ്റ് ആയിട്ട് പണിയെടുക്കുക. എന്ത് വരുമാനം കിട്ടുന്നോ അത് നമുക്ക് 1/3 എന്നുള്ള രീതിയിൽ വിഭജിക്കാം. അപ്പോൾ ഇന്നാൾക്ക് പണി കിട്ടി, ഇന്നാൾക്ക് പണി കിട്ടി, അങ്ങനൊരു കൺസിഡറേഷൻ ഇല്ല. വരുന്നതൊക്കെ ബൈ ടേൺ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന വരുമാനം അവർ ഒരു സ്പെസിഫൈഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു സംവിധാനത്തെ ഫിഖ്ഹിൽ എന്തു പറയുന്നു? ഷിർക്കത്തുൽ അഅ്മാൽ. അവിടെ അംവാലില്ല, അമലുകളിലുള്ള പാർട്ട്ണർഷിപ്പാണ് അവിടെ ഉള്ളത്. ഇനി ഒരു ടൈപ്പ് കൂടിയുണ്ട്. അതെന്താണ്? ഷിർക്കത്തുൽ വുജൂഹ്. ഷിർക്കത്തുൽ വുജൂഹ്, വജ്ഹ് എന്ന് പറഞ്ഞാൽ ഫേസ്. ഇവിടെ വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് വിൽ, ക്രെഡിബിലിറ്റി. മാർക്കറ്റിലുള്ള ക്രെഡിബിലിറ്റിയാണ് ഇവിടെ വജ്ഹ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വുജൂഹ്, പാർട്ട്ണർഷിപ്പ് ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ചില ആളുകൾക്ക് എന്തുണ്ടാവും? നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയും. ഒരാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, അയാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ബാങ്കുകൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കും, സിബിൽ സ്കോർ നോക്കും. അപ്പോൾ ഒരു മാർക്കറ്റിൽ ആളുകൾ അറിയുന്ന ആളുകൾക്കിടയിൽ ഓരോരുത്തർക്കും ഒരു സ്റ്റാൻഡിങ് ഉണ്ടാവും. ഇന്ന വ്യക്തിയുമായിട്ട് കച്ചവടം നടത്താം, അയാളുടെ അടുത്ത് കച്ചവടം നടത്തിയ നല്ല ലാഭം ഉണ്ടാകും, അയാൾ നല്ല കഴിവുള്ള വ്യാപാരിയാണ്, ഈ രീതിയിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഗുഡ് വില്ലുള്ള 2-3 ആളുകൾ എന്ത് ചെയ്യുന്നു? ഒത്തുകൂടുന്നു. അവരുടെ ഗുഡ് വിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ എന്ത് കൊടുക്കും? ഗുഡ്സ് കൊടുക്കും, സപ്ലൈ കൊടുക്കും. ഇത് അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഡിഫേർഡ് ബേസിസിൽ വാങ്ങുന്നു, സ്പോട്ടിൽ വിൽക്കുന്നു. കടത്തിന് വാങ്ങുന്നു, സ്പോട്ടിൽ വിൽക്കുന്നു. അതിലുള്ള ലാഭം അവർ ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ മുതൽ മുടക്കുണ്ടോ? മുതൽ മുടക്കില്ല. എന്നാൽ ഈ ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ കൂടിച്ചേർന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ, അത് അന്നത്തെ കാലത്ത് വ്യാപകമായിരുന്നിരിക്കണം. അതുകൊണ്ട് അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷിർക്കത്തായിട്ട് എവിടെ പരിഗണിച്ചിട്ടുണ്ട്? ഫിഖ്ഹിൽ പരിഗണിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പേരും നൽകിയിരിക്കുന്നു, ഷിർക്കത്തുൽ വുജൂഹ്. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുക? ഷിർക്കത്താണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിലുള്ളത്. അതിൽ തന്നെ 2 മെയിൻ കാറ്റഗറി ഉണ്ട്. ഒന്ന് ഷിർക്കത്തുൽ മിൽക്ക് ഉണ്ട്, ഷിർക്കത്തുൽ അഖദ് ഉണ്ട്. ഷിർക്കത്തുൽ അഖദിൽ 3 തരമുണ്ട്: ഷിർക്കത്തുൽ അംവാല്, അഅ്മാല്, വുജൂഹ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഷിർക്കത്തും മുഷാറക്കയും തമ്മിൽ എന്ത് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ പറയുന്ന മുഷാറക്ക എന്ന് പറയുന്നത് ഏതിനെ മാത്രമേ കുറിക്കുന്നുള്ളൂ? ഷിർക്കത്തുൽ അംവാൽ. പ്രധാനമായും അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഷിർക്കത്തുൽ അംവാലിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ചൊക്കെ സ്ഥലത്ത് ഏതും പെടും, ഷിർക്കത്തുൽ അഅ്മാലും പെടും. ബാക്കിയുള്ളതൊന്നും തന്നെ എന്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല? ഇന്ന് പറയപ്പെടുന്ന മുഷാറക്കയുടെ പരിധിയിൽ വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഷിർക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ മുഷാറക്കയിലേക്ക് പോകുമ്പോൾ ഷിർക്കത്തിനുമായി ബന്ധപ്പെട്ട പൊതുവായ നിയമങ്ങളൊക്കെ എന്തിനും ബാധകമാണ്? മുഷാറക്കക്ക് ബാധകമാണ്. എന്തുകൊണ്ട് പറയൽ അനിവാര്യമാണ് എന്ന് ചിന്തിച്ചാൽ, എന്തിനപ്പം ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഷിർക്കത്തിന് ബാധകമാകുന്ന പൊതുവായ എല്ലാ നിയമങ്ങളും എവിടെ ബാധകമാണ്? മുഷാറക്കയിൽ ബാധകമാണ്. അത് കൂടാതെ മുഷാറക്കക്ക് ചിലപ്പോൾ ഒരു ഫൈനാൻസിങ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള നിലക്ക് ചിലപ്പോൾ പ്രത്യേകമായ ചില കണ്ടീഷൻസും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ ഈ സ്കീം? ഷിർക്കത്തുൽ അഖദ്, ഷിർക്കത്തുൽ മിൽക്ക്, അതിൽ തന്നെ ഓപ്ഷനുണ്ട്, കമ്പൽസറി ഉണ്ട്. കമ്പൽസറി എന്നുള്ളതിന് ഉദാഹരണം എന്താണ്? മീറാത്ത്. പിന്നെ ഇവിടെ ഷിർക്കത്തുൽ വുജൂഹ്, അംവാല്, അതുപോലെ തന്നെ. ഇനി പ്രധാനമായിട്ടും ഇനി നമ്മൾ മുഷാറക്കനെ കുറിച്ചാണ് പറയാം. നമ്മളുടെ സ്കോപ്പിൽ വരുന്നത് എന്താണ്? നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണല്ലോ പറയുന്നത്. മുഷാറക്കനെ കുറിച്ചാണ് പറയുക. മുഷാറക്കയിൽ പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ
distribution of profits in musharaka. 1, profit ratio should be predetermined at the time of commencement of the contract. കോൺട്രാക്റ്റ് തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടാകണം? ലാഭം എങ്ങനെ വിഹിതിക്കപ്പെടും എന്നുള്ളതിൽ കൃത്യമായ ഉടമ്പടി ഉണ്ടാകണം. അതിൻ്റെ അഭാവത്തിൽ ആ മുഷാറക്ക എന്തായിട്ട് പരിഗണിക്കപ്പെടുക? ബാത്തിലായിട്ടാണ്. ആ കോൺട്രാക്റ്റ് നിലനിൽക്കാത്തൊരു കോൺട്രാക്റ്റ് ആയിട്ടാണ് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഖാളി അതിനെ പരിഗണിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒരു മുഷാറക്ക എഗ്രിമെൻ്റ് തുടങ്ങുമ്പോൾ ലാഭം എങ്ങനെ വീതം വെക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ആർക്കിടയിൽ ഉണ്ടാകണം? മുഷാറക്ക കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകണം. രണ്ടാമത്, അഡ്വാൻസ് പേയ്മെൻറ്റ്സ് നടത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഷെയർ കൂടിയിട്ടുള്ള ഒരാൾക്ക് മാസം മാസം വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഒരു ടേം വെച്ചുകൊണ്ട്, ഒരു ടേം നിർണയിച്ചുകൊണ്ട് എന്ത് പറയണം? ആക്ച്വൽ പ്രോഫിറ്റുമായിട്ട് ഈ പേയ്മെൻറ്റ്സ് സെറ്റ് ഓഫ് ചെയ്യും എന്നുള്ള കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ്സ് എന്താവുള്ളൂ? ജായിസ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്താകും? അത് റിബയായി മാറും, അത് പലിശയായി മാറും. അപ്പോൾ ഒരാൾക്ക് കിട്ടാനുള്ള ഒരു തുക ആദ്യമേ തന്നെ അയാൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ അവിടെ വരുന്നുള്ളൂ, ഈ അഡ്വാൻസ് പേയ്മെൻറ്റ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ ക്യാഷ് ഫ്ലോ ഒന്ന് സ്റ്റഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഒരു 20% ഉണ്ടാകും എന്നൊരു കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് അറിയാം. 20% ഒക്കെ നോർമലി കിട്ടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു 12% നമുക്ക് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി പേയ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കുക. ബാക്കി 8% അവിടെ പിടിച്ചു വെക്കുക. ആക്ച്വൽസ് നോക്കിയിട്ട് ബാക്കി സെറ്റ് ഓഫ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് എന്തില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ പ്രോസസ്സ് എവിടെ നടക്കണം? ആക്ച്വൽ പ്രോഫിറ്റ്സ്, പിന്നെ ഈ മാസം കിട്ടുന്നത് തന്നെയാണ് ലാഭം എന്നുള്ളിടത്ത് കാര്യം വരാൻ പാടില്ല. കിട്ടുന്ന ആളും കൊടുക്കുന്ന ആളും വരാൻ പറ്റില്ല. പിന്നെ അടുത്തത്, തുടങ്ങുന്നതിന് മുമ്പേ കൊടുത്തു തുടങ്ങാമോ? പറ്റില്ല. ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ആ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വേറെയും ഒരുപാട് കണ്ടീഷൻസ് അതിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കൊടുത്തു, അത് അയാളെ കയ്യിൽ കടായിട്ട് കിടക്കും, അത്രയേ ഉള്ളൂ. ലാഭം എന്നുള്ള നിലക്ക് പറ്റില്ല. പിന്നീട് ലാഭം കിട്ടുമ്പോൾ സെറ്റ് ഓഫ് ചെയ്യാൻ ഇയാൾ കൊടുക്കുന്ന കടം എന്നുള്ള നിലക്ക് അവിടെ നിൽക്കും. അവിടെ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ലേ വരുന്നത്? 12% എനിക്ക് ലാഭം കിട്ടും, അതുകൊണ്ട് ഞാൻ സെറ്റ് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിലല്ലേ അവിടെ വരുന്നത്? അത് അങ്ങനെ പറ്റാം. ഫിക്സിറ്റി പറ്റൂല എന്നാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിക്സഡ് ഒരു പെർസെൻറ്റേജിൽ നമുക്ക് പറയാൻ പറ്റില്ല ആണല്ലോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. ഫിക്സഡ് പറ്റൂല എന്ന് ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കണ്ട് തെറ്റിയതാണ്, അല്ലെങ്കിൽ തെറ്റി മനസ്സിലാക്കിയതാണ്. നമ്മൾ പലിശൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് റിട്ടേൺ ആണ് പലിശ എന്ന് ഓഡിയൻസിൽ ഒരാൾ പറഞ്ഞപ്പോൾ വാടക പലിശയാണോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. ഫിക്സഡ് ആയിട്ട് കിട്ടുന്നത് പലിശയൊന്നുമല്ല. അതിന് മാസം 16 റുപ്യ ഒരാൾക്ക് വാടക കിട്ടുന്നുണ്ട്, ആ വാടക പലിശയാവില്ലേ? അപ്പോൾ ഫിക്സഡ് ആയി കിട്ടുന്നത് ഇങ്ങനെ മാറ്റമില്ലാതെ തുടർച്ചയായി കിട്ടിക്കൊണ്ട്, അപ്പോൾ ശമ്പളം പലിശയാവില്ലേ? അതിനൊരു മാറ്റമൊന്നുമില്ലല്ലോ. കുറേ കാലം കഴിയുമ്പോഴല്ലേ മാറുള്ളൂ. അതെ, ഫിക്സഡ് ആയിട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ എന്താണ്? നിങ്ങൾ വായിക്കി, എന്താ എഴുതിയിരിക്കുന്നത്? 2, അഡ്വാൻസ് പേയ്മെൻറ്റ് എന്നാണ് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ മുതൽ മുടക്കി അതിൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാകാൻ ഒരു വർഷം, സാധാരണഗതിയിൽ ഒരു വർഷമാണല്ലോ, അല്ലെങ്കിൽ വലിയ കമ്പനീസൊക്കെ ക്വാർട്ടർലി കൊടുക്കും. ആ ടൈം പീരീഡിൻ്റെ മുന്നേ സാധാരണഗതിയിൽ ഇത് പ്രോഫിറ്റിലാണ് ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുന്ന ഓൺടർപ്രന്യൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു? a part of the profit they might receive എന്നുള്ളത് അവർക്ക് കൊടുക്കുന്നു. ഇനി ആ ടേം എൻഡ് ചെയ്യുമ്പോൾ അയാൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ആക്ച്വൽ പ്രോഫിറ്റിലേക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്യണം. കൊടുത്തത് 12% ആയിട്ടുണ്ട്, പ്രോഫിറ്റിൻ്റെ, ക്യാപിറ്റലിൻ്റെ അല്ല കേട്ടോ. അതിലേക്ക് ഇനി ബാക്കി 20% ആക്ച്വലി പ്രോഫിറ്റ് ഇയാൾക്ക് കിട്ടേണ്ടത്, ബാക്കി 8% അങ്ങോട്ട് കൊടുക്കണം. ഇനി അതല്ല, കുറവ് വന്നു, അതെന്ത് ചെയ്യണം? ഒന്നുകിൽ നെക്സ്റ്റ് പീരിയഡിൻ്റെ പേയ്മെൻറ്റ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. ഇനി അതിനും സ്കോപ്പില്ല, ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എവിടുന്ന് കുറക്കണം?
ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പേയ്മെൻറ്റ്സ് നടക്കുന്നതെങ്കിൽ ഓക്കെ. ഇതിൽ ക്ലാരിറ്റി ഇല്ലാതെയോ ഏതെങ്കിലും ഒരാളത് അംഗീകരിക്കാതെയാണോ ഈ പേയ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ റേഷ്യോയിലായിരിക്കരുത് ലാഭം നിർണ്ണയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാർ എന്ത് ചെയ്തു, ഒരാൾ ഒരു ബിസിനസ്സിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1 ലക്ഷം രൂപക്ക് 10,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ആ ബിസിനസ്സിൻ്റെ ഉടമ്പടി ആരംഭിക്കുന്നത് എങ്കിൽ ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഇതെന്താണ്, അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ പറയാൻ പാടില്ല. എന്തിൻ്റെ റേഷ്യോ ആയിട്ടേ കിട്ടുന്ന ലാഭത്തിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം എന്ന് മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ മുടക്കിയ മുതൽ മുടക്കിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം തരാമെന്ന് പറഞ്ഞാൽ ആ ലാഭം എന്ന പദം അവിടെ ആക്ച്വലി റിബ എന്നുള്ള പദമാണ് വരേണ്ടത്. റിബ അല്ല റിബ. മനസ്സിലാകുന്നുണ്ടോ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? 3ാമത്തെ കണ്ടീഷൻ. 4ാമത്തേത് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. എല്ലാവർക്കും അത് പിന്നെ പറയാം. ഒരാൾ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. അതായത് ഒരു ബിസിനസ്സിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ തന്നെ പറയുന്നുണ്ട് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിലോ വർക്കിങ്ങിലോ ഞാൻ ഇൻവോൾവ് അല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ഉള്ള പ്രോഫിറ്റ് എനിക്ക് തന്നാൽ മതി. അവിടെ എന്താണ് കണ്ടീഷൻ വരുന്നത്? അയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എത്രയാണോ അതിൽ കൂടുതൽ അയാൾക്ക് എന്ത് കൊടുക്കാൻ പാടില്ല, പ്രോഫിറ്റ് കൊടുക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എങ്ങനെയും നിർണ്ണയിക്കാം. അതിൻ്റെ ഒരു കായിക നമ്മൾ പറയും, അതിൻ്റെ റസൂൽ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയും നിർണ്ണയിക്കാം. 2 ആൾക്കാർ 50-50 പകുതി മുതൽ മുടക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ മുഷാറക്കയുടെ റൂൾസിൽ എവിടെ എന്ത് പറയുന്നില്ല, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും 50-50 ആയിരിക്കണമെന്ന് കണ്ടീഷനില്ല. ഇത് പൊതു തത്വമാണ്. ക്ലിയർ അല്ലേ? അതെങ്ങനെ? ഇപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് 30% മതി, ബിസിനസ്സൊക്കെ നീ എന്നെ നോക്കി നടത്ത്, 70% പ്രോഫിറ്റും എടുത്തോ, ബാക്കി വരുന്ന 30% എനിക്ക് തന്നാൽ മതി എന്നൊരാൾ പറഞ്ഞാൽ 2 പേർക്കും മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ കേസിൽ ഇപ്പം എന്താണ്, ഒരാൾ വർക്കിംഗ് പാർട്ട്ണറും ഒരാൾ സ്ലീപ്പിംഗ് പാർട്ട്ണറുമാണ്. ഈ സ്ലീപ്പിംഗ് പാർട്ട്ണറിൻ്റെ പ്രോഫിറ്റ് 50%-ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതാണ് പറഞ്ഞത്. അത് കണ്ടീഷനാണ്, മറ്റേത് കണ്ടീഷനല്ല. 2 പേരും വർക്കിംഗ് ആണെന്ന് വിചാരിക്കുക. 2 പേരും അമ്പാല് കൊണ്ടും അമാല് കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും അവർക്കിടയിൽ വ്യതിരിക്തമായ പെർസെൻറ്റേജുകൾ ആവാം. ഒരാൾ 60-40 എന്ന് പറഞ്ഞു, ഓക്കെ, മറ്റാൾ അംഗീകരിച്ചു. പിന്നെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. സ്ലീപ്പിംഗ് പാർട്ണർ 100% കോൺട്രിബ്യൂഷൻ ആണ് ഫൈനാൻസിൽ ചെയ്തിരിക്കുന്നതെങ്കിലോ അത് മുഷാറക്ക എന്ന് പറയില്ല. മുഷാറക്കയിൽ അണ്ടർസ്റ്റുഡ് ആണ് എല്ലാവരും പൈസ മുടക്കണം, അപ്പോഴേ അത് മുഷാറക്ക ആവുള്ളൂ. അല്ലല്ലല്ല, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പറയാൻ ഉദ്ദേശിച്ചതാണ്, സ്ലീപ്പിംഗ് പാർട്ട്ണർ എത്ര പെർസെൻറ്റേജ് ആണോ മുതൽ മുടക്കിയത് ആ റേഷ്യോയിൽ കവിഞ്ഞ ഒരു റേഷ്യോ എവിടെ നിന്നുണ്ടാകാൻ പാടില്ല, പ്രോഫിറ്റ്സ് അയാൾക്ക് കിട്ടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് ഒരു ബിസിനസ്സിൽ 25% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ലാഭത്തിൻ്റെ പരമാവധി വിഹിതം എത്രയായിരിക്കണം? 25% ആകാൻ പറ്റുള്ളൂ. അതിൽ കുറയാം, കൂടാൻ പറ്റില്ല. അത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകളുടെ കണ്ടീഷൻ മാത്രമാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങോട്ടും മാറ്റാം. ഇൻവെസ്റ്റ് ചെയ്ത സ്ലീപ്പിംഗ് പാർട്ണർക്ക് എന്തെങ്കിലും ഗുഡ്വിൽ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അയാൾ കണ്ടുപിടിച്ച ബിസിനസ് ആണെന്നോ അയാൾ മുമ്പേ നടത്തിപ്പോകുന്ന ബിസിനസ് ആണെന്നോ അയാൾക്ക് അവിടെ ഗുഡ്വിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അപ്പോൾ ഇതിനേക്കാൾ മുകളിൽ വരാമല്ലോ, വരൂലേ? അയാളുടെ ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ നടത്തി അതുകൂടി ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പൈസ ആയിട്ട് 10 ലക്ഷം റുപ്യാണ് ഇൻവെസ്റ്റ് ചെയ്തത്.
ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി അയാൾ തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ അയാൾക്ക് അതിലൊരു ഗുഡ് വിൽ ഉണ്ട്, അത് മറ്റാളും അംഗീകരിക്കുന്നുണ്ട്, അതിനൊരു വില കെട്ടണം. ഇപ്പോൾ പാറ്റൻറ്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക് ഇതൊക്കെ വാല്യുവേഷൻ നടത്താൻ പറ്റുമല്ലോ. അതിനൊരു വില കെട്ടിയിട്ട് അത് അയാളുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെക്കണം. അപ്പോൾ 10+10 എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 20 lakhs ആയിട്ട് വാല്യുവേഷൻ നടത്തി അത് അയാളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഷിർക്കത്തിലേക്ക് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം. വർക്കിങ്ങിൽ ഒരു 10% ഇൻവോൾവ്മെന്റ് വന്നാലോ? അല്ല ഇൻവോൾവ്മെന്റ് വർക്കിങ്ങിൽ 10% ഉള്ളൂ. ഈ 90% വർക്കിംഗ് മറ്റേ ആളാ, പ്രശ്നമില്ല. 5% വർക്കിംഗ് ആണെങ്കിലും പ്രശ്നമില്ല. ഇത് നമ്മൾ പറയുന്നത് എക്സ്പ്രസ് കണ്ടീഷൻ വെക്കുന്ന പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. അതായത് ഒന്നുകിൽ മറ്റ് പാർട്ട്നേഴ്സ് പറയുക യു വിൽ ബി എ സ്ലീപ്പിംഗ് പാർട്ട്ണർ, നിങ്ങൾ മാനേജ്മെൻറ്റിലോ വർക്കിങ്ങിലോ ഇൻവോൾവ് ചെയ്യരുത് എന്ന് മറ്റ് പാർട്ട്നേഴ്സ് പറയാം. അല്ലെങ്കിൽ ഇയാൾ തന്നെ പറയുന്നത് എനിക്കിപ്പോൾ ഒഴിവില്ല, നിങ്ങൾ ബിസിനസ് നടത്തിക്കോളി, എനിക്ക് വേറെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ വർക്കും മാനേജ്മെൻറ്റുമായിട്ട് എന്നെ ബോദർ ചെയ്യരുത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പിംഗ് പാർട്ട്ണർ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ ഒന്ന് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഷെയറിംഗ് ഓഫ് ലോസിൻ്റെ കണ്ടീഷൻ എന്താണ്? സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി റേഷ്യോ ഓഫ് ക്യാപിറ്റൽ, നോ ചോയ്സ്. അതിൽ ഒരു ചോയ്സും ആർക്കും ഇല്ല. ഏതളവിലാണോ മുതൽ മുടക്കിയിരിക്കുന്നത് അതേ അളവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നഷ്ടം ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ ഒരു കായിക, ഒരു അസല് പറയുന്നുണ്ട്. ഇത് ബൈഹാർട്ട് ചെയ്യുക. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾ ഇതിൻ്റെ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചോദിക്കും. ഇസ്ലാമികമായിട്ടുള്ള കായിക എന്താണ്? അർ-റിബ്ഹു അലാമ ഇസ്തലഹ അലൈഹി വൽ വളിയതു അലാ ഖദ്രിൽ മാൽ. അർ-റിബ്ഹു അലാമ ഇസ്തലഹ അലൈഹി വൽ വളിയതു അലാ ഖദ്രിൽ മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിബ്ഹ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, അലാമ ഇസ്തലഹ അലൈഹി എങ്ങനെയാണോ നിർണ്ണയിക്കപ്പെടുന്നത്, പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് ഡിസൈഡഡ് അപ്പോൺ ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഓക്കെ, വൽ വളിയതു ആൻഡ് ലോസ്, വളിയത്ത് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിനെയാണ് പറയുക, ലോ താഴ്ച, അല ഖദ്രിൽ മാൽ അക്കോർഡിംഗ് ടു ദി റേഷ്യോ ഓർ എന്താ പറയുക, ലെവൽ, അളവ് എന്നാണല്ലോ ഖദ്ർ, അളവ്, റേഷ്യോ ഓഫ് ക്യാപിറ്റൽ. സോ നമുക്ക് എന്ത് പറയാം? ആസ് എ റൂൾ ഇൻ ഇസ്ലാമിക് ഫൈനാൻസ്, profit is as per agreement between the parties, but loss is strictly according to the ratio of capital. അവിടെ വേരിയേഷൻസ് വരുത്താൻ പാടില്ല. കാരണം ലോസ് ഉണ്ടാകുമ്പോൾ എവിടുന്നാണ് കുറയുക? ക്യാപിറ്റലിൽ നിന്നാണ് കുറയുക. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് ക്യാപിറ്റൽ മാത്രമല്ല, അത് ലേബർ, സ്കില്ല്, അങ്ങനെ ഒരുപാട് സംഗതികളുടെ ജോയിൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ലോസ് വന്നാൽ നമുക്ക് എവിടെ മാത്രമേ അത് അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഉള്ള ക്യാപിറ്റലിൽ നിന്നല്ലേ കുറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കണം? ഏത് റേഷ്യോയിലാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ റേഷ്യോയിൽ മാത്രമേ. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഇത് നമ്മൾ ചോയ്സ്, നമ്മൾ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റിയ റൂളല്ല. ഒരു മുഷാറക്ക ഇസ്ലാമിക് കോൺസെപ്റ്റിൽ വാലിഡ് ആകണമെങ്കിൽ എന്ത് വേണം? ഇത് പാലിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നേച്ചർ ഓഫ് ക്യാപിറ്റൽ, വെദർ ക്യാപിറ്റൽ ക്യാൻ ബി കോൺട്രിബ്യൂട്ടഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്. വസ്തുവകകളായോ ക്യാഷായിട്ടോ മുഷാറയിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നോ പ്രോബ്ലം. ക്യാഷ് ആകുമ്പോൾ അതിന് വാല്യുവേഷനിൽ പ്രശ്നം വരുന്നില്ല. കൈൻഡായിട്ടാണ് ഒരാൾ ഒരു മുഷാറക്കയിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ വാല്യുവേഷൻ നടത്തണം, അതിന് എത്ര മൂല്യമുണ്ട് എന്ന് കണക്കാക്കുകയും അത് ഷിർക്കത്തിലേക്ക് വരുന്ന എല്ലാ ആളുകളും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന് ഒരാൾ കുറച്ച് വെഹിക്കിൾസ് കൊടുത്തു, അതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസെറ്റാണ് അല്ലേ? പക്ഷേ ഷിർക്കത്തിലേക്ക് വരുന്ന സമയത്ത് ആ വെഹിക്കിൾസിന് എന്ത് വാല്യൂ ഉണ്ട്? അപ്പോൾ അതിന് 10 ലക്ഷം റുപ്യ വില കെട്ടി, അതെല്ലാവരും അംഗീകരിച്ചു. ഓക്കെ, ഇതിന് 10 ലക്ഷം റുപ്യ വില കെട്ടി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിട്ട് നമ്മൾ അംഗീകരിക്കുക? 10 ലക്ഷമായിട്ട്
അംഗീകരിക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് അയാളുടെ പേഴ്സണൽ ഓണർഷിപ്പ് അതിൽ അവസാനിക്കുകയും അത് എന്തിൻ്റെ പ്രോപ്പർട്ടിയായി മാറുകയും ചെയ്യും? ഷിർക്കത്തുൽ അംവാലായിട്ട് അത് മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് ഹീ ഷുഡ് റിലിംഗ്വിഷ് ഹിസ് പേഴ്സണൽ ഓണർഷിപ്പ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓണർഷിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുകയും ഷിർക്കത്തിൻ്റെ പൊതുവായ സ്വത്തായിട്ട് അതിനെ മാറ്റുകയും ചെയ്താൽ മാത്രമേ കൈൻഡായിട്ടുള്ള, അതായത് വസ്തുവകകളിലുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇസ്ലാമികമായിട്ട് ശരിയാവുകയുള്ളൂ. ഇനി മാനേജ്മെൻറ്റ് ഓഫ് മുഷാറക്ക. മുഷാറക്കയുടെ മാനേജ്മെൻറ്റ് ബൈ ഡിഫോൾട്ട് മുഷാറക്കയുടെ പൊതു തത്വം അനുസരിച്ച് എല്ലാ പാർട്ട്ണർമാർക്കും എന്തുണ്ട്? പാർട്ട്ണർഷിപ്പിൽ മാനേജ്മെൻറ്റിലും വർക്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. അതായത് ഒരു കണ്ടീഷനായിട്ട് മുൻകൂട്ടി നിർണ്ണയിക്കാത്തിടത്തോളം എന്തുണ്ട്? എല്ലാവർക്കും അതിൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു മുഷാറക്കയിലേക്ക് ഒരാൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ എന്ത് പറയണം? അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ, അതല്ല ഓൺട്രപ്രന്യൂർ, ഇപ്പോൾ ബിസിനസ് ആക്ച്വലി റൺ ചെയ്യുന്ന ആൾ മറ്റു പാർട്ട്നേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ബിസിനസ്സിൽ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് എക്സ്പ്രസ്ലി പറയുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം എന്തായിരിക്കും റൂള്? അതിൻ്റെ അഭാവത്തിൽ എല്ലാവർക്കും മാനേജ്മെൻറ്റിൽ ദേ ഹാവ് എ സേ ഇൻ ദ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് കോമൺ ആയിട്ട് വരിക. അതൊക്കെ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് ആയിട്ട് മുഷാറക്കയിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ വേറെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരു കോൺട്രാക്റ്റ് എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഷർത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ ടെർമിനേഷൻ ഓഫ് മുഷാറക്ക. ഒരു മുഷാറക്ക തുടങ്ങുന്നതുമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ ടെർമിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ടെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറുടെയോ ഒന്നിലധികം പാർട്ട്നേഴ്സിൻ്റെയോ ഡിമാൻഡ് കൊണ്ടൊരു മുഷാറക്ക അവസാനിക്കാം. ദാറ്റ് ഈസ് എ പാർട്ട്ണർ ഡിമാൻഡ്സ് ഓർ വൺ ഓർ മോർ പാർട്ട്നേഴ്സ് ഡിമാൻഡ് ദാറ്റ് ദ മുഷാറക്ക ഷുഡ് ബി സ്റ്റോപ്പ് ഓർ ഹി വാണ്ട്സ് ടു വിഡ്രോ ഫ്രം ദി മുഷാറക്ക. അപ്പോൾ ആ ഒരു റൈറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്. പക്ഷേ അതുകൊണ്ടും ടോട്ടൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 10 ആളുള്ളൊരു മുഷാറക്കയാണ്, അതിൽ ഒരാൾ വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് എല്ലാവരുടെയും പരസ്പരമുള്ള മുഷാറക്ക കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയില്ല. ബാക്കി 9 ആളുകൾക്ക് ഇദ്ദേഹവുമായിട്ടുള്ള മുഷാറക്ക കോൺട്രാക്റ്റ് മാത്രമേ ക്യാൻസൽ ആവും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? 10 ആളുകൾ ഒരു മുഷാറക്ക ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തു. അതിൽ ഒരു വ്യക്തി ആ പാർട്ട്ണർഷിപ്പിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. ഈ മുഷാറക്ക കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? 10 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോൺട്രാക്റ്റിൽ ഭാഗവാക്കാണല്ലോ. അപ്പോൾ ഈ ഒരാൾ അതിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി ടോട്ടൽ മുഷാറക്ക എന്ന് പറയുന്നതിനെ നമുക്ക് വോയിഡായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. ഈ വ്യക്തിയും ബാക്കി 9 ആളുകളും തമ്മിലുള്ള കോൺട്രാക്റ്റ് മാത്രമേ അവിടെ അവസാനിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കി 9 ആളുകൾക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ കണ്ടിന്യൂ ഇൻ ദി മുഷാറക്ക. ക്ലിയർ അല്ലേ? മാറും. അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. പുതിയൊരു മുഷാറക്ക കോൺട്രാക്റ്റ് വരികയും ചെയ്യും വിത്ത് ഡിഫറെൻറ്റ് ടേംസ്. കണ്ടീഷൻസ്, അതായത് 1 month നോട്ടീസ് പീരീഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ നോട്ടീസ് കൊടുക്കണം. സ്പോണ്ടേനിയസ് ആയിട്ട് പറയല്ല, ബാക്കിയുള്ള ആളുകൾക്ക് ആ അത് പറയും. അതൊരു റൂളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. കണ്ടീഷൻസ് എന്തും വെക്കാം. മുആമലാത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, ആസ് ഫാർ ആസ് ഇറ്റ് ഈസ് നോട്ട് ഹറാം എന്നുള്ളതാണ്. വൽ ഹാലുൽ അസാസിയത്തു ഹിയൽ ഇബാഹ എന്ന് പറയുന്ന ഒരു അസ്ല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വൽ ഹാലുൽ അസാസിയത്തു ഹിയൽ ഇബാഹ. കാര്യങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അനുവദനീയതയാണ്. ഏതറ്റം വരെ? അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ അത് അനുവദനീയം ആവുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഒരു പ്രോഹിബിറ്റ് ചെയ്യപ്പെട്ട കണ്ടീഷനാണെങ്കിൽ അത് നിലനിൽക്കൂല. അതല്ലാത്ത എല്ലാ കണ്ടീഷൻസും പാലിക്കപ്പെടേണ്ടതാണ്. പിന്നെ അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്
ഒരാൾ ഒരു മുഷാറക്കയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പുറത്തു പോവുകയാണെങ്കിൽ അസറ്റിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്താണ്? ക്യാഷ് ഫോമിലാണ് അസറ്റ്സ് എങ്കിൽ ഒന്നും നോക്കാനില്ല, എന്താ ചെയ്യേണ്ടതുള്ളൂ? ആരൊക്കെയാണോ ഇപ്പോൾ രണ്ടാൾക്കാർ നമ്മൾ മുഷാറക്ക ലിക്വിഡേറ്റ് ചെയ്യാണ്, ക്യാഷ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദി എന്താണോ റിമൈനിങ് ക്യാഷ്. കൊണ്ടുവന്ന ക്യാപിറ്റൽ ലാഭമാണെങ്കിൽ അത് വർധനവുണ്ടായിട്ടുണ്ടാകും, ലോസ് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ മുഷാറക്കയിൽ സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു റേഷ്യോ അനുസരിച്ച് അസറ്റിൻ്റെ റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ അല്ല കേട്ടോ, അത് രണ്ടും വ്യത്യാസമുണ്ട്. അസറ്റിൻ്റെ റേഷ്യോ അനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി അസറ്റ്സ് മിക്സഡ് ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ സിനാരിയോസ് മാറും. മിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, കുറച്ച് ക്യാഷും ഉണ്ട്. അപ്പോൾ ഒരാൾ എന്തു പറയുന്നു, എനിക്ക് ക്യാഷ് വേണം, ബിൽഡിങ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. ഒരു 3 ആൾക്കാർ കൂടി ജോയിൻറ്റ് ഓണർഷിപ്പുള്ളൊരു ബിൽഡിംഗ് ആണ്. അതിലൊരാൾ ഡിമാൻഡ് ചെയ്തു എനിക്ക് കോൺട്രാക്റ്റ് നിർത്തലാക്കുകയും എനിക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തു പോവുകയും വേണം എന്നൊരാൾ പറഞ്ഞു. എന്നാൽ അവിടെ ഒരു ബിൽഡിംഗ് ആണുള്ളത്, ക്യാഷ് അല്ല, ഉടനെ എടുത്തു കൊടുക്കാൻ പറ്റിയ ഫോമിലല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ ഓണർഷിപ്പിൽ തന്നെയാണല്ലോ ഇത് ഉള്ളത്. പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കത്തുൽ മിൽക്കിലുള്ള ഈ സാധനം ഇൻഡിവിജ്വൽ ഷിർക്കത്ത് ഐനായിട്ട് മാറ്റുക, ഓരോരുത്തരുടെയും വൈയക്തികമായ ഓണർഷിപ്പിലേക്ക് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഷിർക്കത്തുൽ മിൽക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? നിങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള ഓണർഷിപ്പിനെ ഒരു ജോയിൻ്റ് ഓണർഷിപ്പിലേക്ക് മാറ്റുക ആണല്ലോ ചെയ്യുന്നത്, ഒരു അക്തിലൂടെ മാറ്റണം. അപ്പോൾ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഓഹരികൾ നിർണ്ണയിച്ചുകൊണ്ട് ഈ ഷിർക്കത്തുൽ മിൽക്ക് എന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയും ഓരോരുത്തരുടെയും വ്യക്തിഗതമായ ഓണർഷിപ്പിലേക്ക് അത് കൊടുക്കുകയും ചെയ്യുക. അത് പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് പോസിബിൾ അല്ല, അപ്പോൾ പുറത്തു പോകുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹീ കനോട്ട് ഫോഴ്സ് ദ ലിക്വിഡേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹീ കനോട്ട് ഫോഴ്സ്, അതായത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ സാധനം വിറ്റ് എനിക്ക് പൈസ തരണം എന്ന് അയാൾക്ക് നിർബന്ധപൂർവം പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ കാരണം, സബബ് എന്താ? ഒരു വ്യക്തിയെയും അയാളുടെ മുതൽ വിൽക്കാൻ വേറൊരാളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. നിർബന്ധിക്കാൻ, ഇപ്പം നിങ്ങളടുത്തൊരു സാധനം ഉണ്ട്, നിങ്ങളത് വിറ്റിട്ട് എനിക്ക് തരണമെന്ന് അല്ലെങ്കിൽ വിറ്റിട്ട് ഇന്നത് ചെയ്യണമെന്ന് നിങ്ങളുടെ മേലെ ഫോഴ്സ് കോയേഷൻ ഇടാൻ എവിടെ വകുപ്പില്ല? ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോയിൻ്റ് പാർട്ട്ണർഷിപ്പിലുള്ള ഈ അവസ്ഥയിൽ നിങ്ങളെപ്പോലെ തന്നെ ഓണർഷിപ്പ് ആർക്കുണ്ട്? ആ വ്യക്തിക്കുണ്ടല്ലോ. ഇപ്പം നമ്മൾ 4 ആൾക്കും കൂടി ഒരു അസറ്റ് ഉണ്ട്, ഞാൻ പുറത്തേക്ക് പോവാണ്, അപ്പോൾ എനിക്ക് ക്യാഷ് വേണം, അപ്പോൾ നിങ്ങൾ വിറ്റിട്ട് എനിക്ക് പൈസ തരണം എന്ന് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റില്ല? എനിക്കുള്ളത് പോലെ തന്നെ ഓണർഷിപ്പ് നിങ്ങൾക്കുമുണ്ട്. ആ ഓണർഷിപ്പ് ക്യാഷാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല, നിങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. അപ്പം എൻ്റെ ഭാഗത്ത് എന്ത് ചോയ്സ് മാത്രമേ ഉള്ളൂ? നിങ്ങൾ വിലക്കെട്ടിയിട്ട് ആ സാധനം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഫെയർ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ ബാധ്യസ്ഥനാണ്. എന്താണ് കാരണം? ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർക്കാണ് റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ ഉള്ളത്. റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു പദം ഉണ്ടല്ലോ പിക്കോയിൽ, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, തൊട്ടപ്പുറത്ത് അല്ല, ഇപ്പം നിങ്ങളൊരു സ്ഥലമുണ്ട്, എനിക്കതിൻ്റെ തൊട്ടടുത്ത് വേറൊരു സ്ഥലമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വില തരാൻ തയ്യാറാണെങ്കിൽ ആ സ്ഥലം വാങ്ങിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ ആരാണെന്ന് പറയുക? നിങ്ങളുടെ തൊട്ടപ്പുറത്ത്. അതിനൊരു റൂള്, ആ സംഗതിക്കൊന്നും പറയും. അതെന്താ? നിങ്ങൾ പറഞ്ഞ തന്നെയാണോ? എന്താണ് ഷുഫ? എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, അപ്പോൾ അത് എവിടെയും ബാധകമാണ്. മുഷാറക്കയിൽ, ഷിർക്കത്തിൽ ബാധകമാണ്. നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഫെയർ വാല്യൂ തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സ് തന്നെ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ആർക്കും വിൽക്കാൻ പാടില്ല, പുറത്തത് വിൽക്കാൻ പറ്റില്ല. ഓക്കെ. ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോവാണ്. ആ സന്ദർഭത്തിൽ ടോട്ടൽ അസറ്റ് വാല്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യുവേഷൻ കാണുക? എന്താണ് വർദ്ധിച്ച വില അത് കൊടുക്കണം, അതായിരിക്കും പുതിയ വാല്യൂ. പക്ഷേ ബേസിക് റേഷ്യോസ് അവിടെ നിലനിൽക്കുമല്ലോ. റേഷ്യോസും പെർസെൻറ്റേജും നമ്മൾ പറഞ്ഞത് തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ലക്ഷം ഉറുപ്യ കൊണ്ടുവന്നിട്ടൊരു ബിസിനസ് തുടങ്ങി. ഈ പറഞ്ഞ മാതിരി കുറേ കാലം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമായി. ആ 20 ലക്ഷം പക്ഷേ തുടക്കത്തിൽ 1/4 ആയിരുന്നു, ഇപ്പോഴും അത് 1/4 ആണ്. അപ്പോൾ 5 ലക്ഷം കിട്ടണം. 1 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 5 ലക്ഷം കിട്ടണം. വില കെട്ടേണ്ടത് ആവശ്യമാണ്. റഫ്യൂസിൽ മനസ്സിലായില്ല. അതായത് ഒരു 3 പേരുണ്ടെന്ന് വിചാരിക്കുക. 3 പേരും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിലൊരു ദിവസം ഒരാൾ എന്താവശ്യപ്പെടുന്നു, എനിക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ ക്യാഷായിട്ടാണ് ആ പാർട്ട്ണർഷിപ്പിൽ അസറ്റ്സ് എങ്കിൽ വളരെ ഈസിയാണ്, അയാൾക്ക് അയാളുടെ വിഹിതം നമുക്ക് കൊടുക്കാം. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിലെ പ്രോപ്പർട്ടീസ് എങ്കിൽ ഇല്ല, ഷെയർ ആകുമ്പോൾ ഈസിയാണ്. ഇപ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇത് വിൽക്കാം, ബുദ്ധിമുട്ടായിരിക്കും. അതെ, ആ കേസിലാണ് നമ്മൾ പറയുന്നത്. ഷെയർസ് ആണെന്നും വെച്ചോളി, അൺലിസ്റ്റഡ് കമ്പനീസിലുള്ള ഷെയർസ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അയാൾ ഇവിടെ ഈ അൺലിസ്റ്റഡ് കമ്പനീസിലുള്ള ഷെയർസ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല അല്ല, അതാണല്ലോ പ്രോപ്പർട്ടി. അത് പിന്നെ ഫർദർ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല, ബൈ ഔട്ട് ചെയ്യാൻ പറ്റും. അയാളുടേത് നമുക്ക് മേടിക്കാൻ പറ്റും. ഇല്ല, ഒരു 9 കടമുറികളുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ ഓരോരുത്തർക്കും 3 കടകൾ എടുത്തുകൊണ്ട് പാർട്ടീഷൻ ചെയ്യാം, വ്യക്തിപരമായ ഓണർഷിപ്പിലേക്ക് മാറ്റാം. അവിടെ പാർട്ടീഷൻ പോസിബിൾ ആണ്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ എന്താണ്, അയാൾക്ക് അയാളുടേത് അയാളുടെ വ്യക്തിപരമായ ഓണർഷിപ്പിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തു. ആ പാർട്ടീഷനിലൂടെ എന്ത് അവസാനിച്ചു, പാർട്ട്ണർഷിപ്പ് അവസാനിച്ചു. ഇനി പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബൈ ഔട്ട് ചെയ്യണം. ബൈ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഈ പറഞ്ഞ ഷെയർസിനൊരു വാല്യൂ ഉണ്ടാകും. ആ ഷെയർസ് ആദ്യം വാങ്ങിക്കാനുള്ള റൈറ്റ് ആർക്കാണ്? ബാക്കി പാർട്ട്നേഴ്സിനാണ്. അവരതിന് തയ്യാറാണ്. അവർ മാർക്കറ്റ് വാല്യൂ കൊടുക്കാൻ മറ്റൊരാൾ ഓഫർ ചെയ്യുന്ന, മാർക്കറ്റ് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊരാൾ പറയുന്നു ഞാൻ അത്ര പൈസ അതിന് കൊടുക്കും, അത് ഞങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവർ പറയുകയാണെങ്കിൽ ഇവർക്കാണ് അതിൻ്റെ റൈറ്റ്. അതാണ് റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ തന്നെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്യൂട്ടില്ല. ആ ഡിസ്പ്യൂട്ടാണ്. അതിൽ നമ്മൾ അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം ഏത് സമയത്ത് എന്താണോ വാല്യൂ അത് കൊടുക്കാൻ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരാണ്. കച്ചവടത്തിലൂടെ 2 തരത്തിലുള്ള പ്രയോജനങ്ങളുണ്ടാവും. ഒന്ന് ലാഭമുണ്ടാകും, 2 മുതലുകളുടെ മൂല്യത്തിലുള്ള വർധനവ്. ഇത് രണ്ടും കച്ചവടത്തിൽ ഉണ്ടാകും. രണ്ടും ആർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്? ബാക്കിയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് നിലനിൽക്കുന്ന ഒരു വാദം അല്ല. ഈ ബിൽഡിങ്ങിൻ്റെ കേസിൽ ഞാനൊരു AI വർക്ക് ചെയ്ത കുറച്ച് കാലം. ബിൽഡിംഗ് ഒരിക്കലും പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും അവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൽ എന്താണോ നിലനിൽക്കുന്നത്, ലാൻഡിൻ്റെ ജോയിൻ്റ് ഓണേഴ്സ് ആരോ അതൊക്കെ ബിൽഡിംഗ് ബാധകമാണ്. അപ്പോൾ ആ കേസിൽ ലാൻഡ് പാർട്ടീഷൻ ചെയ്യലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു കേസ് 30 സെൻറ്റ് സ്ഥലത്തിൽ ആണ് നിൽക്കുക. എന്താ അപ്പോൾ പോസിബിൾ അല്ലെങ്കിൽ അവിടെയും പറ്റൂല എന്ന് തന്നെ. ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് പാർട്ടീഷൻ പോസിബിൾ ആയിട്ടുള്ള കേസിൽ അത് പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പോസിബിൾ അല്ലെങ്കിൽ പാർട്ടീഷൻ, അവിടെ ഇത് ബൈ ഔട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉള്ളൂ. ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ
ട്രാൻസ്ഫറേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥതല്ല ഇക്വിറ്റി ഷെയർസിൻ്റെ കമ്പനിക്ക്. അതേപോലെ തന്നെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു സംഭവത്തിൻ്റെ കേസിൽ എന്താ നിലപാട് സ്വീകരിക്കുക? അത് ഒന്നുകിൽ ഇയാൾ തന്നെ ഒരു ബയർ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ കമ്പനി തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരാളെ കണ്ടെത്തേണ്ടി വരും. പക്ഷെ ആദ്യമേ തന്നെ കമ്പനിക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇല്ല എന്ന് കമ്പനി പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തമില്ല. കാരണം ആ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ പാർട്ട്ണർഷിപ്പിലേക്ക് എൻട്രി ചെയ്യുന്നത്. ബോധേഡല്ല എന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞപ്പോൾ കമ്പനി റൂൾസിൽ അതിൽ ബാധകമാണല്ലോ, കമ്പനി ലോ അതിൽ ബാധകമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ആര്, ഈ വ്യക്തി, മറ്റു വ്യക്തികളോ, അവർക്കത് ബൈ ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും. അവരതിന് തയ്യാറല്ല എങ്കിൽ, ഇയാൾക്ക് കൊടുക്കാനും തയ്യാറല്ലെങ്കിൽ പിന്നെ ലിക്വിഡേഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അതിന് തയ്യാറായ അവസ്ഥയിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡേഷൻ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പോണതോടുകൂടി ഒക്കെ വിറ്റ് ഇതാക്കാന്ന് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ആകുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുമോ, കാരണം മാർക്കറ്റിൽ ബയർ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഇയാളുടെ പേഴ്സണൽ ഓണർഷിപ്പിലാണെങ്കിൽ അതിന് ബയർ ഇല്ലല്ലോ. നാലാൾ നടക്കുന്ന ബിസിനസ്സാണ്. ഒരു ടെമ്പററി പീരീഡിലേക്ക് വേറെ ആളും കൂടി ഷെയർ ആയിട്ട് വരുന്നു, സീസണിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് വേറെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഷർഈയായിട്ട് എന്ത് സംഭവിച്ചു, അയാളുമായിട്ടുള്ള മുഷാറക്ക അവസാനിച്ചു. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടാൽ അയാളുമായിട്ടുള്ള മുഷാറക്ക അവസാനിച്ചു. ഡെത്തിൻ്റെ കേസിലാണെങ്കിൽ ചോയ്സ് ആരെടുത്തായിരിക്കും, ലീഗൽ ഹെയേഴ്സിൻ്റെ കയ്യിൽ ആയിരിക്കും. എന്ത്, ഇഫ് ദേ വാണ്ട് ടു കണ്ടിന്യൂ, ആ മുഷാറക്കയിൽ അവർക്ക് തുടരേണ്ടതുണ്ടോ, അതല്ല അവരുടെ ഷെയർസ് അവർ ലിക്വിഡേറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മരണത്തോടുകൂടി നിങ്ങളുടെ അനന്തരാവകാശികളുമായിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യൂല, ആ സമയത്ത് എന്താണോ നിങ്ങളുടെ ഷെയറിൻ്റെ മൂല്യം അത് ലിക്വിഡായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുകയേ ഉള്ളൂ എന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് നിലനിൽക്കുക. പക്ഷേ ഫെയർ വാല്യൂ കൃത്യമായ വാല്യൂഷനോട് കൂടി നൽകണം. ഇനിയുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. മരണത്തോടു കൂടി അനന്തരാശികൾക്ക് ഇത് വരുന്നതാണല്ലോ. ഈ ചെയ്ത ആൾ മുഷാവറ ഒന്നും പാലിക്കാണ്ട് ചെയ്ത സാധനമാണെങ്കിൽ ഈ അനന്തരാശി എന്ത് ചെയ്യും? അതായത് ഇസ്ലാമികപരമായ ഒരു കോൺട്രാക്റ്റ് അതിൽ എന്തെങ്കിലും ഒരു കണ്ടീഷന് ഫെയർ അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് അനന്തരാവകാശികൾക്ക് പ്രശ്നമാവോ, അവർ മാറ്റണോ? അതായത് ഞാനൊരു ചെയ്തു, അപ്പം ഞാൻ മരണപ്പെട്ടു, പക്ഷെ ഞാൻ ചെയ്തതിൽ ഇസ്ലാമികപരമായി ചെറിയ തെറ്റുകളുണ്ട് ആ കണ്ടീഷൻസിലും ചെയ്തതിൽ. എന്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ കോൺട്രാക്റ്റിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അനന്തരാശികൾക്ക് വരുമല്ലോ. അപ്പോൾ അവർക്ക് അത് ഈ കണ്ടീഷൻ മാറ്റിയിട്ട് എടുക്കണോ, എന്താ ആ കേസിൽ ചെയ്യാൻ വേണ്ടിയ? ഈ ഒരു അതായത് ഇയാൾ ചെയ്തൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇസ്ലാമിക് കണ്ടീഷൻ അത് ഒഴിവാകാണ്, ഒരു കണ്ടീഷൻ ഇസ്ലാമിനെതിരാണ്, പക്ഷെ അയാൾ മരണപ്പെട്ടു പോയി, ഇതിൻ്റെ ഷെയർ അനന്തരാശികൾക്ക് വരുമല്ലോ. അവർ ഇസ്ലാമികപരമായി നോക്കുമ്പോൾ ഈ ഇത് പ്രകാരം കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അവർ വരുമല്ലോ. ഇല്ലെങ്കിൽ
പക്ഷെ നമുക്ക് കണ്ടീഷൻ മാറ്റണം എന്ന് പറയാൻ പറ്റൂലേ? നിങ്ങൾ ചെയ്ത കണ്ടീഷൻ ഇത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു റൂൾ എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഷിർക്കത്തിൻ്റെ പൊതുവായ തത്വങ്ങളാണ്, അല്ല മുഷാറക്കയുടെ പൊതുവായ തത്വമാണ്. ഇതിൽ ഏതെങ്കിലും കൃത്യമായ ഖണ്ഡിതമായ നിയമങ്ങളെ വയലേറ്റ് ചെയ്യപ്പെടാത്ത ഏത് കണ്ടീഷനും എങ്ങോട്ട് കൊണ്ടുവരാം? മുഷാറക്ക എന്നല്ല, ഏതൊരു കോൺട്രാക്റ്റിലേക്കും കൊണ്ടുവരാം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? മുഷാറക്കയുടെയും ഷിർക്കത്തിൻ്റെയും അടിസ്ഥാനപരമായ കണ്ടീഷനുകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അക്കോർഡിംഗ് ടു ക്യാപിറ്റൽ ആയിരിക്കണം. അതിൽ നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻ പറയാൻ പറ്റില്ല? അല്ല, നമ്മൾ മുഷാറക്കയിൽ അതങ്ങനെ വേണ്ട, അത് വേറെ രീതിയിൽ ചെയ്യാം. പിന്നെ വേറൊരു റൂൾ എന്താണ് പറഞ്ഞത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിന് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയുള്ള ബേസിക് കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു. ഇതിനെ വയലേറ്റ് ചെയ്യാത്ത എന്ത് കണ്ടീഷനും നിങ്ങൾക്ക് എന്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും? മുഷാറക്ക എന്നുള്ളതല്ല, ഏത് കോൺട്രാക്റ്റിലേക്കും ആഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മളുടെ ബേസിസ് ആയിട്ട് നിലനിൽക്കുന്നത് എന്താണ്? ഒരു ഹദീസാണ്, അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം ഇല്ലാ ഷർത്തൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാലൻ. മുസ്ലിങ്ങൾക്കിടയിലെ എല്ലാ ഷർത്തുകളും, അവർ തമ്മിലുള്ള എല്ലാ ഉടമ്പടികളും പാലിക്കപ്പെടേണ്ടതാണ്. ഏതൊഴിച്ച് ഒരു അനുവദനീയമായതിനെ നിഷിദ്ധമാക്കുന്നതോ നിഷിദ്ധമാക്കുന്നതിനെ അനുവദനീയമാക്കുന്നതോ അല്ലാത്ത എല്ലാ ഷർത്തുകളും ആഡ് ചെയ്യാം. നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് അനുവദനീയമായ ഒരു സംഗതി നിഷിദ്ധമാക്കുന്ന രീതിയിൽ ഒരു ക്ലോസ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ നിഷിദ്ധമായൊരു സംഗതിയെ അനുവദനീയമാക്കുന്ന രീതിയിൽ ഒരു ക്ലോസ് ആഡ് ചെയ്താൽ അത് പാലിക്കാൻ ആർക്കും ബാധ്യതയില്ല എന്നുള്ളത് ഒരു ജനറൽ റൂളാണ്. ആ ജനറൽ റൂൾ എല്ലായിടത്തും ബാധകമാവും. അത് മുഷാറക്കയുടെ കാര്യത്തിലും ബാധകമാവും. അപ്പോൾ മുഷാറക്കയിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? മുഷാറക്കയുടെ ബേസിക് റൂൾസിന് വിരുദ്ധമല്ലാത്ത പിന്നെ അക്ദ് ഉണ്ട്. അക്ദിൻ്റെ റൂൾസ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അക്ദ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു, അക്ദിൻ്റെ റൂൾസ് നമ്മൾ പറഞ്ഞു. മുഷാറക്കയും എന്താണ്? ഒരു അക്ദാണ്. അക്ദിന് വരേണ്ട എല്ലാ ജനറൽ റൂൾസും എവിടെയും പാലിക്കണം. മുഷാറക്കയിലും പാലിക്കണം, ഷിർക്കത്തിലും പാലിക്കണം. അക്ദിൻ്റെ ജനറൽ റൂൾസ് മുഷാറക്കയിൽ വരും, പിന്നെ മുഷാറക്കയുടെ പ്രത്യേകമായ റൂൾസ് മുഷാറക്കയിൽ വരും. അതല്ലാത്ത എല്ലാ കണ്ടീഷൻസും നമുക്ക് പറ്റും. പക്ഷെ എന്തായിരിക്കണം ഈ ഷർത്ത്? ഓക്കെ, എന്താ ഷർത്ത് എന്ന് പറയുന്നത്? ഇല്ല ഷർത്തൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാലൻ. ഇനി അതാണ് മുഷാറക്ക എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാർട്ട്ണർഷിപ്പാണ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് എന്ത്? മുളാറബ. മുളാറബ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. ബേസിക്കലി അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? മുഷാറക്കയിൽ എല്ലാവരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മുളാറബയിൽ വൺ പാർട്ടി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മറ്റൊരു പാർട്ടി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് റൺ ചെയ്യുക എന്നതും മറ്റേ ആളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നതുമാണ്. ഓക്കെ, സോ ദ ഓൺട്രപ്രന്യൂർ, ബിസിനസ് നടത്തുന്ന ആൾ എന്ത് ചെയ്യുന്നില്ല? ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം അയാൾ എന്ത് ചെയ്യുന്നില്ല? അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. മാനേജ്മെൻറ്റും വർക്കും മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ഇനി മുഷാറക്കയും മുളാറബയും തമ്മിലുള്ള വ്യത്യാസം, ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്താ വ്യത്യാസം? പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളെ റബ്ബുൽ മാൽ എന്നാണ് പറയുക. ടെക്നിക്കലി റബ്ബുൽ മാൽ എന്നും പറയും, സാഹിബുൽ മാൽ എന്നും പറയും, രണ്ടും ഉപയോഗിക്കാം. ഓക്കെ, റബ്ബുൽ മാൽ, സാഹിബുൽ മാൽ. മാനേജ് ചെയ്യുന്ന ആൾ എന്ത് പറയുന്നു? മുളാരിബ് എന്നും പറയുന്നു. ഇനി മാനേജ്മെൻറ്റിൽ ബൈ ഡിഫോൾട്ട് ഒരു മുഷാറക്കയിൽ എല്ലാവർക്കും മാനേജ്മെൻറ്റിന് അധികാരമുണ്ട്. എന്നാൽ മുളാറബയിൽ ബൈ ഡിഫോൾട്ട് റബ്ബുൽ മാലിന് മാനേജ്മെൻറ്റിൽ ഇടപെടാൻ അവകാശം ഇല്ല.
അതിൻ്റെ ബേസിക് പ്രകൃതത്തിലാണ് നമ്മൾ പറയണം. ആ മുലാറബ എന്ന് പറയുന്ന കോൺട്രാക്റ്റിൻ്റെ ബേസിക് പ്രകൃതത്തിൽ എന്തില്ല? റബ്ബുൽ മാൽ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. എന്നാൽ മുലാരിബ് അതിന് അനുവാദം കൊടുക്കുകയാണ് എങ്കിൽ ആകാം. എത്രത്തോളം, ഏത് ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണോ അവരത് പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം അത് ആകാം. ഓക്കെ. ലോസ് ഷെയറിങ് എങ്ങനെയായിരിക്കും? മുലാറബയിൽ മുലാരിബിന് മോണിറ്ററി ലോസ് ഉണ്ടാവില്ല, മോണിറ്ററി ആയിട്ടുള്ള ലോസ് ഉണ്ടാവില്ല, ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവില്ല. ബട്ട് ഹി വിൽ ലൂസ് ഹിസ് എഫേർട്ട് ആൻഡ് ടൈം. വെറാസ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടർ, ദാറ്റ് ഈസ് റബ്ബുൽ മാൽ, വിൽ ലൂസ് ഹിസ് മണി. പഴയ നിയമത്തിന് എല്ലാത്തിനും തന്നെ ഏത് വരുന്നത് വരെ, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് വരെ ഏത് ലയബിലിറ്റിയാണ് ഉണ്ടായിരുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? 15 ലക്ഷത്തിൻ്റെ ബാധ്യതകളുണ്ടായി. 15 ലക്ഷത്തിൻ്റെ ബാധ്യത. പക്ഷെ ബിസിനസ്സിലെ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 10 ലക്ഷം ഉള്ളൂ. അപ്പോൾ ബാക്കി 5 ലക്ഷത്തിൻ്റെ ബാധ്യത എന്ത് ചെയ്യേണ്ടി വരും? ആരാണോ ബിസിനസ് നടത്തുന്നത് അവർ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് കവർ ചെയ്യാനുള്ള അഡീഷണൽ ക്യാപിറ്റൽ അവർ റേസ് ചെയ്യേണ്ടി വരും. ഇതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് വന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോൺസെപ്റ്റിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതിലേക്ക് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ് നിങ്ങൾ വാങ്ങിച്ചു, 10 ലക്ഷം ഉറുപ്പ്യക്ക് ഷെയർ വാങ്ങിച്ചു. ആ കമ്പനി നഷ്ടത്തിലായി, ബാധ്യതയിലുമായി. നിങ്ങൾക്ക് പരമാവധി നഷ്ടപ്പെടുന്ന തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ലക്ഷം. 10 ലക്ഷം കഴിഞ്ഞാൽ ആർക്കും എന്ത് ചോദിക്കാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത്? 15 ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ട്, ബാക്കി 5 ലക്ഷം തരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി കോൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കമ്പനികൾ വ്യാപകമായത്. ഇസ്ലാം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. എവിഡൻസ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തിൽ ഷെയർ എടുക്കുന്നത്? മുസ്ലിംസ് കമ്പനീസ് ഷെയർ എടുക്കുമ്പോൾ ഈ ഒരു വിഷയം പറയാറില്ല. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അല്ലേ, ഇതിൽ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ പറ്റും എന്നുള്ളൊരു ഇഷ്യൂ ഈ കാലത്ത് ആരും പറയാറില്ല. പക്ഷേ ആക്ച്വലി അതൊരു കുറച്ച് കാലം മുന്നേ വരെ അതെന്താണ്? ഒരു ഡിസ്പ്യൂട്ടഡ് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ പറ്റുമെന്നുള്ളതിനാണ് കൂടുതൽ പ്രാബല്യം കിട്ടിയത്. പിന്നെ അതൊരു കോമൺ പ്രാക്ടീസ് ആവുകയും ചെയ്തു. ഇവിടെ നമ്മൾ പറയുന്നത് മുഷാറക്കയിൽ നോർമലി ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? കോമൺലി പണ്ട് കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്നത് എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുടക്ക് മുതലിൽ കവിഞ്ഞ ബാധ്യതകൾ നമ്മളുണ്ടായാൽ, ബിസിനസ്സിലെ മുടക്ക് മുതലിൽ കവിഞ്ഞ ബാധ്യതകൾ ഉണ്ടായാൽ അത് നികത്താൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. എന്നാൽ മുലാറബയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒരു റബ്ബുൽ മാലിന് എന്ത് പറയാം? ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഒരാൾക്ക് കൊടുത്തിട്ട് പറയാം, 10 ലക്ഷം ഉറുപ്പ്യം കൊണ്ട് കച്ചവടം ചെയ്തോ, 10 ലക്ഷം ഉറുപ്പ്യൻ്റെ മേലെ കടം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി പറ്റും എന്നുള്ളതിൻ്റെ ഒരു ദലീല്. പണ്ട് മുലാറബയിൽ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിൽ അത് പറ്റില്ല എന്നുള്ള. അപ്പോൾ ഇത് ഈ കണ്ടീഷൻ ഒരാൾ വെച്ചാൽ അതെന്താണ്? വാലിഡാണ്. സ്വഹാബികളിൽ പലരും അങ്ങനെയാണ് കച്ചവടം ചെയ്തിരുന്നത്. മുലാറബ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. ഖദീജ ബീവിയും പ്രവാചകനും തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്താണ്? മുലാറബയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരാണ്? മുലാരിബ്. പ്രവാചകൻ മുലാരിബ്. അവർക്കിടയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എഗ്രിമെൻറ്റ്. ഈ രീതിയിൽ മക്കയിലെ മിക്ക ആളുകളുമായിട്ട് ആർക്ക് കോൺട്രാക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹക്ക് എപ്പോഴെങ്കിലും ഖദീജ റളിയല്ലാഹു സ്വന്തമായിട്ട് പോയിട്ട് കച്ചവടം ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും വായിച്ച ആൾക്കാരുണ്ടെങ്കിൽ കൈവക്കി. ഇസ്ലാമിയ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മക്കയിലെ സമ്പന്ന
വനിതയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് അല്ലേ. അതിസമ്പന്നയായിരുന്നു, ഉന്നത കുലജാതയായിരുന്നു, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഖദീജ ബീവി പോയിട്ട് കച്ചവടം ചെയ്തതായിട്ട് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തിരുന്നത് എന്താണ്? മുളാറബ. കഴിവുള്ള കച്ചവടക്കാരുമായിട്ട് ഇങ്ങനെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുക, ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ അതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് എന്ന് പറയുക മാത്രമാണ് ഈ ചെയ്യുന്നത്. എന്ത്? ലിമിറ്റ്. അതായത് എത്രയാണോ കൊടുക്കുന്ന മുതൽ ഇതിൽ പരിമിതമായിരിക്കണം കച്ചവടത്തിൻ്റെ ബാധ്യത. ഇതും പറയാം, കടമെടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻകർ ചെയ്യാൻ പാടില്ല. ഡെപ്റ്റ് ഇൻകർ ചെയ്താൽ ഞാൻ അതിന് ബാധ്യസ്ഥനല്ല. കടമില്ലാതെ കച്ചവടം ചെയ്യണം, റെഡി ക്യാഷ്, ഒന്നും ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടി നിങ്ങൾ ആരെടുത്തും കടം വാങ്ങരുത്, ബാധ്യതകൾ ഉണ്ടാക്കരുത് എന്ന കണ്ടീഷനും ആർക്ക് വെക്കാം? റബ്ബുൽ മാലിന് വെക്കാം. അങ്ങനെ കണ്ടീഷൻ വെച്ചാൽ അത് പാലിക്കാൻ ആര് ബാധ്യസ്ഥനാണ്? അല്ലാഹു ബാധ്യസ്ഥനാണ്. അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കേണ്ടതുമില്ല, റബ്ബുൽ മാൽ ഏറ്റെടുക്കേണ്ടതില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ അതിന് ഉത്തരവാദി ആയിരിക്കുകയും ഇല്ല. ലയബിലിറ്റി ലയബിലിറ്റി മുളാരിബ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കോൺട്രാക്ട് വോയിഡല്ല, എല്ലാവിധ ഡാമേജസിനും റബ്ബുൽ മാലിന് അവകാശം ഉണ്ടാകും. ഓക്കെ, കടം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കടം വാങ്ങി, ഇയാളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു, ആര് തിരിച്ചു കൊടുക്കേണ്ടി വരും? മുളാരിബ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് മുളാറബയുടെ കണ്ടീഷൻ കടം എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യരുത്, എല്ലാം കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ചെയ്യണം, എവിടെയും ബാധ്യതപ്പെടരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഫണ്ട് കൊടുത്ത ആൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറഞ്ഞത് കേൾക്കാതെ ഇയാൾ കടം വാങ്ങി, ആ കടം കൂടി, അത് ക്ലെയിം ചെയ്തു, ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം പോയി. അപ്പോൾ അയാളുടെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ആ ഡാമേജസിന് ആർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് മുളാറബ കോൺട്രാക്റ്റ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? മുളാറബ അൽ മുഅക്കദ, റെസ്ട്രിക്റ്റഡ് മുളാറബ. ഒരാൾ പറയാണ് ഈ മുഖയ്യദ, മറ്റേത് മുത്തലഖ അല്ലേ. മുളാറബ അൽ മുഖയ്യദ, റെസ്ട്രിക്റ്റഡ് മുളാറബ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വെക്കുകയാണ്, ഇന്ന കച്ചവടങ്ങളെ ചെയ്യാവൂ. ഓക്കെ, റൈസ് ട്രേഡ് ചെയ്യാം, ക്ലോത്ത്സ് ട്രേഡ് ചെയ്യാം, ഇന്ന ബിസിനസ്സുകളിലേക്ക് പോകരുത്, ഇന്ന ബിസിനസ്സുകൾ ചെയ്യാം എന്നുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മുഖയ്യദ. മുളാറബ അൽ മുഖയ്യദ. മുളാറബ അൽ മുത്തലഖ എന്ന് പറഞ്ഞാൽ ഫ്രീ റെയിൻ, നിനക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം, ക്യാപിറ്റൽ ഇത്രയാണ്, കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഫ്രീഡം കൊടുത്തുകൊണ്ടുള്ള മുളാറബയാണെങ്കിൽ അതിന് മുളാറബ അൽ മുത്തലഖ എന്ന് പറയും. ഇനി നേരത്തെ ജമാൽ സാഹിബ് ചോദിച്ച സംഗതി, മൾട്ടിപ്പിൾ മുളാരിബ്സ് ഉണ്ടാകാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൂട്ടായി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മുളാറബ കോൺട്രാക്റ്റ് ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 കോടി അല്ലെങ്കിൽ കുറച്ച് സൈസബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒരാൾ തരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 കോടി നിങ്ങൾ 5 ആളുകളിലെ മുളാരിബുകളാക്കിക്കൊണ്ട് ഞാൻ തരികയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുമായിട്ട് ഓരോരുത്തരുമായിട്ടും മുളാറബ കോൺട്രാക്റ്റ് ഉണ്ടാകും. നിങ്ങൾ ഇൻ്റർസെ പാർട്ട്നേഴ്സായിട്ടും ആക്ട് ചെയ്യാം. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ഇപ്പോൾ 50% ആണെന്ന് വിചാരിക്കുക. എനിക്ക് മുളാരിബ്സുമായിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിങ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 50% ആണ്. ആ 50%-ൽ ഈ 5 ആളുകൾ പാർട്ട്നേഴ്സ് ആയിരിക്കും. എനിക്ക് കിട്ടാനുള്ള എൻ്റെ ഷെയർ എന്ന് പറയുന്നത് 50 ആണ്. ബാക്കി ഈ 5 ആളുകളുമായിട്ട് ഞാൻ ഒരുമിച്ച് മുളാറബ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ പരസ്പരം അംഗീകരിക്കുന്ന റേഷ്യോ അതിൽ ആപ്ലിക്കബിൾ ആകും. ഫൈൻ. പ്രോഫിറ്റ് റേഷ്യോ അഗ്രീഡ് ആയിരിക്കണം, മുഷാറക്ക പോലെ തന്നെയാണ്. ഫിക്സഡ് എമൗണ്ട് ഉണ്ടാകരുത്, അതും മുഷാറക്ക പോലെ തന്നെയാണ്. പിന്നെ ഫ്ലെക്സിബിൾ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്ത് പറയാം? ഒരാളെ മുളാരിബാക്കുന്ന സമയത്ത് നീ ഇന്ന ടൗണിൽ കച്ചവടം ചെയ്താൽ 50% പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അയാളെ ഹോം ടൗൺ ആണെന്ന് വിചാരിക്കുക.
അയാൾ ഹോം ടൗണിൽ അയാൾ കച്ചവടം ചെയ്താൽ 50%, പുറത്ത് പോയിട്ട് കച്ചവടം ചെയ്താൽ 70% പ്രോഫിറ്റ് എന്ന് പറയാം. അതിലെന്തെങ്കിലും ഒരു യുക്തി ഉണ്ടെന്ന് വെച്ചോളി. സ്വന്തം സിറ്റിയിൽ കച്ചവടം ചെയ്യൽ എളുപ്പവും പുറത്ത് പോയി കച്ചവടം ചെയ്യൽ ടഫാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐറ്റംസ് പറയാം. ഇലക്ട്രോണിക്സിൽ ട്രേഡ് ചെയ്താൽ 40%, ടോയ്സിൽ ട്രേഡ് ചെയ്താൽ 50%. ഇങ്ങനെയും വെക്കാം. ക്ലിയർ ആയിരിക്കണം. കണ്ടീഷൻസ് ക്ലാരിറ്റി ഉണ്ടാകണം. ആംബിഗ്വിറ്റി ഉണ്ടാകാൻ പാടില്ല. വ്യക്തതക്കുറവ് ഉണ്ടാകാൻ പാടില്ല. വ്യക്തതക്കുറവ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നീട് തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കും എന്നുള്ളത് കൊണ്ടാണ്. എറർ ഉണ്ടാകരുത്. പിന്നെ ടെർമിനേഷൻ ഓഫ് മുഷാറക്ക എന്ന് പറയുന്നത് ഏതുപോലെ തന്നെയാണ് മുളാറബ എന്ന് പറയുന്നതും. നോർമലി 2 പേർക്കും എന്തുണ്ട്? അധികാരമുണ്ട്. എന്ത് ടെർമിനേറ്റ് ചെയ്യാൻ? മുളാറബ ടെർമിനേറ്റ് ചെയ്യാൻ. പിന്നെ ടൈം ബൗണ്ട് ആയിട്ടുള്ള മുളാറബയും ചെയ്യാം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ട്രേഡിൻ്റെ ഒരു സീസണാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീസണൽ ട്രേഡ്സ് ഉണ്ടാവും. ഈ ഒരു സീസണ് മാത്രം ഞാൻ ആരുമായിട്ട് എന്ത് ചെയ്യുന്നു? മുളാറബ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു. അത് കലാകാലം നിലനിൽക്കൊന്നുമില്ല. ഈ സീസണിൽ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാങ്ങൻ്റെ സീസണായി. മാങ്ങൻ്റെ സീസണിൽ ഇന്ന സ്ഥലത്ത് നിന്ന് മാങ്ങ കൊണ്ടുവന്ന് കേരളത്തിൽ സപ്ലൈ ചെയ്യാൻ ഈ 3 മാസത്തേക്ക് ഒരാൾക്ക് മുളാറബ കോൺട്രാക്ട്, അത് അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. അത് പിന്നെ അതിന് ശേഷം തുടരാൻ പറ്റുകയില്ല. ഓക്കെ. പിന്നെ നേരത്തെ ഷബീൻ സാഹിബ് പറഞ്ഞതുപോലെ മുഷാറക്ക ആൻഡ് മുളാറബ ക്യാൻ ബി കമ്പൈൻഡ് ഓൾസോ. എങ്ങനെ കമ്പൈൻ ചെയ്യാം? ഒരു കോൺട്രാക്റ്റിൽ ഒരാൾ മുളാരിബാണ് ഓൾറെഡി. ഓക്കെ, മുളാരിബാണ്. അതിനൊരു പെർട്ടിക്കുലർ റേഷ്യോ അദ്ദേഹത്തിന് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 40%. പിന്നെ ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ 10%ഉം അയാൾ നടത്തി. അപ്പം അതിൻ്റെ 10% അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ഷെയറിങ് നടക്കുക? ആദ്യം ഏതാ കാൽക്കുലേറ്റ് ചെയ്യുക? പറഞ്ഞ കേസ് മനസ്സിലായോ? 10 lakhs ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. 10 lakhൽ മുളാറബ കോൺട്രാക്റ്റ് അനുസരിച്ച് ഓൾറെഡി 40% ആർക്ക് ഫിക്സ് ചെയ്തു? മുളാരിബിന് ഫിക്സ് ചെയ്തു. 10 lakhsൽ 1 ലക്ഷവും മുളാരിബിൻ്റേതുമാണ്. ബാക്കി 9 ലക്ഷമാണ് മറ്റേ ആൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ പ്രോഫിറ്റ് ഡിവിഷൻ എങ്ങനെ നടത്തണം? ആദ്യം എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ആദ്യം മുളാരിബിൻ്റെ കൺസിഡർ ചെയ്യണം. കാരണം എന്താണ്? മെയിൻ കോൺട്രാക്ട് ഇൻ ദ സെൻസ് മറ്റേത് ക്യാപിറ്റലിൽ മാത്രമുള്ള കോൺട്രാക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആൻഡ് വർക്കിലുള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ടായാൽ ആദ്യം 40 മുളാരിബിന് കൊടുക്കണം. പിന്നെ എത്ര ബാക്കിയുള്ളത്? 60,000 റുപ്യ ഉണ്ട്. അതിൽ 10% വീണ്ടും അയാൾക്ക്. അപ്പോൾ അയാൾക്ക് മൊത്തം എത്ര കിട്ടും? 46,000 രൂപ അല്ലേ? അതായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഇത് ഫിനാൻസിങ് ടൂൾസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്രേ പറയാനുള്ളൂ. ക്യാഷ് ലോൺ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുളാറബ ആൻഡ് മുഷാറക്ക യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതുപോലെ ഒരു ബാങ്ക് ക്യാഷ് ലോൺ ചെയ്ത് അതിൽ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കൈപ്പറ്റുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? മുളാറബ ആൻഡ് മുഷാറക്ക യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് വേണം? അസറ്റ്സിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. പ്രോഫിറ്റിലായിരിക്കണം പാർട്ടിസിപ്പേഷൻ നിർണ്ണയിക്കേണ്ടത്, അല്ലാതെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിലല്ല. ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ അവിടെ വരും. ഒരു ഇസ്ലാമിക് ബാങ്കിൻ്റെ മുഷാറക്ക ആൻഡ് മുളാറബ ഫിനാൻസിങ്ങിലും ഒരു കൺവെൻഷണൽ ബാങ്കിൻ്റെ ലോണിലും ഉണ്ടാകും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി സെക്യൂരിറ്റൈസേഷൻ. എന്താ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്? സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സെക്യൂരിറ്റൈസേഷൻ മീൻസ് ഏതെങ്കിലും ഒരു അസറ്റിനെയോ കോൺട്രാക്റ്റിനെയോ അല്ലെങ്കിൽ പൂൾ ഓഫ് അസറ്റ്സിനെയോ എന്ത് ചെയ്യുക? ട്രേഡബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബോണ്ട് ഈസ് എ സെക്യൂരിറ്റി. ബോണ്ട് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിയാണ്. അവിടെ ബേസിക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോൺ കോൺട്രാക്റ്റാണ്.
ഗവൺമെൻറ് ജനങ്ങളുമായി ഉണ്ടാക്കുന്ന ഒരു ലോൺ കോൺട്രാക്ട്. നിങ്ങൾ ഇത്ര പൈസ തന്നാൽ എല്ലാ വർഷവും 9%, 8% നിങ്ങൾക്ക് പലിശയും നിങ്ങളുടെ മുടക്ക് മുതലും തിരിച്ചു തരാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ പേപ്പറാണ് നിങ്ങളുടെ കയ്യിലൊരു ബോണ്ട് മേടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതേപോലെ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫൈനാൻഷ്യൽ പേപ്പർ എന്തിൻ്റെ പ്രൂഫാണ്? ഈ കമ്പനിയുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ്, ലോസ്, പ്രോഫിറ്റിലും ഞാൻ ഇത്ര % ഭാഗവാക്കാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ അസറ്റ്സിനെയും ഈ കമ്പനിയുടെ എല്ലാവിധ ആസ്തി ബാധ്യതകളെയും പേപ്പേഴ്സാക്കി മാറ്റിയല്ലോ. അതാണല്ലോ ഷെയർ ആയിട്ട് നമ്മളെ കയ്യിലുണ്ടാകുന്നത്. ആ പേപ്പേഴ്സായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുക. സെക്യൂരിറ്റൈസേഷൻ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഇക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫൈനാൻഷ്യൽ പേപ്പേഴ്സാണ് എല്ലായിടത്തും. ഇപ്പോൾ അസെറ്റിഫൈ എന്ന് പറയുന്ന കമ്പനി അല്ലേ, ഫൈനാൻഷ്യൽ പേപ്പേഴ്സ്, അത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഷെയർസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നോൺ കൺവേർട്ടിബിൾ ഡിവെഞ്ചേഴ്സ് അല്ലേ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്, NCDs. അതിനും ഒരു ദാറ്റ്സ് ഓൾസോ എ ഫൈനാൻഷ്യൽ പേപ്പർ അല്ലേ. സോ ദീസ് ആർ ഓൾ ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് ആൻഡ് ദീസ് ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് ആർ ക്രിയേറ്റഡ് ത്രൂ ദി പ്രോസസ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ. അപ്പോൾ എന്തിനെയൊക്കെ സെക്യൂരിറ്റൈസ് ചെയ്യാം? സെക്യൂരിറ്റൈസ് ചെയ്താൽ സെക്കൻഡറി മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇസ്ലാമിക് റൂൾസ് ഉണ്ട്. എല്ലാ സെക്യൂരിറ്റീസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, മുറാബഹ സർട്ടിഫിക്കറ്റ്സ് കനോട്ട് ബി ട്രേഡഡ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഷെബീൻ സാഹിബ് പറഞ്ഞു, ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്തു, അതെവിടെയാണ് നടക്കുക? പ്രൈമറി മാർക്കറ്റിലാണ് നടക്കുക. കമ്പനി ടു പീപ്പിൾ, ഇതാണെന്ത്? പ്രൈമറി മാർക്കറ്റ്. An issuer to people market is the primary market. An issuer of security to subscribers. ഈ മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ്. സോ ഒരു കമ്പനി IPO കൊണ്ടുവരുന്ന സമയത്ത്, ഒരു കമ്പനി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കൊണ്ടുവരുന്ന സമയത്ത് ആ ഷെയർസ് എവിടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റ്. ആ കമ്പനിയുടെ ഫസ്റ്റ് ടൈം ഷെയർസ് വാങ്ങിക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരിക. ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. ഇനി ഈ ഷെയർസ് വാങ്ങിച്ച ആളുകൾക്ക് എല്ലാ കാലത്തും ഈ ഷെയർസ് പിടിച്ചിട്ടിരിക്കാൻ പറ്റിക്കോളണം എന്നില്ല. അവർക്ക് വേണ്ട സമയങ്ങൾ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. അതിന് അവരെ എവിടെ പോവാ? വീണ്ടും കമ്പനിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. കമ്പനി അങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഷെയർസ് തന്നു, ക്യാപിറ്റൽ റേസ് ചെയ്തു, ആ ക്യാപിറ്റൽ കൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സമയത്തും നിങ്ങളുടെ ഷെയർസ് തിരിച്ചു മേടിക്കുക, പിന്നെ അങ്ങോട്ട് തരിക, ഇത് കമ്പനിൻ്റെ ജോബല്ല. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റാണ് എന്ത്? സെക്കൻഡറി മാർക്കറ്റ്. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾക്ക് എവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും? സെക്കൻഡറി മാർക്കറ്റിലാണ് അത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ പ്രോസസ്സ് എല്ലാ സെക്യൂരിറ്റീസിലും ചെയ്യാൻ ഇസ്ലാമികമായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ബോണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്തല്ല, ഇൻട്രസ്റ്റ് ബെയറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ പറ്റില്ല. പിന്നെ അതിൽ ട്രേഡിംഗ് എന്തായാലും പറ്റില്ല. പക്ഷേ മുഷാറക്ക എന്ന് പറയുന്നതിനെ സെക്യൂരിറ്റൈസ് ചെയ്യാനും പറ്റും, ആ സെക്യൂരിറ്റീസിൽ ട്രേഡ് ചെയ്യാനും പറ്റും. ഇസ്ലാമികമായിട്ട് അതിനുള്ള അനുവാദം ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? വ്യക്തത ഉണ്ടോ? സെക്യൂരിറ്റൈസേഷൻ എന്താണെന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, ആരാണൊന്ന് കൈവക്കി. സെക്യൂരിറ്റൈസേഷൻ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങണം, ആ കമ്പനിയിലേക്ക് 100 ആളുകളുടെ ഷെയർസ് വേണം. ഓക്കെ, 1,00,000 റുപ്യാണ് ഷെയറിൻ്റെ വാല്യൂ. അങ്ങനെ ഓരോ ആളുകളുടെ അടുത്തും 1,00,000 സമാഹരിച്ചാൽ എത്ര ഉണ്ടാകും? 1 കോടി രൂപ ഉണ്ടാവും. ഇതാണ് കമ്പനിയുടെ മൂലധനം. ഈ ഷെയർ അങ്ങോട്ട് കൊടുത്തിട്ട് 1,00,000 റുപ്യ അങ്ങോട്ട് മേടിക്കാം. അപ്പോൾ ഷെയറിന് നമ്മൾ എന്താ പറയുക? സെക്യൂരിറ്റി. ഫൈനാൻഷ്യൽ ഷെയർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഇത്രയും മനസ്സിലായില്ലേ? ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉടമ്പടികളെ, സാമ്പത്തിക ആസ്തികളെ ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് ആക്കി മാറ്റുന്ന പ്രക്രിയ, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സെക്യൂരിറ്റൈസേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്,
ഈ സെക്യൂരിറ്റീസ് നിങ്ങൾ കമ്പനീസിൻ്റെ അടുത്ത് മേടിച്ചു, കമ്പനിക്ക് 1 ലക്ഷം റുപ്യ കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് കമ്പനിയിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ കമ്പനി എന്ത് ചെയ്യില്ല, വീണ്ടും നിങ്ങൾക്ക് പിന്നെയും ലക്ഷം എടുത്ത് തരില്ല. ക്ലിയർ അല്ലേ? അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു കമ്പനിക്കും ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല അല്ലേ? എന്താണ് അതിൻ്റെ ലോജിക്ക്? റേസ് ചെയ്ത ക്യാപിറ്റൽ ഓരോ ദിവസവും ആൾക്കാർ തിരിച്ചു വയ്ക്കാൻ തുടങ്ങിയ കമ്പനി എങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ പേപ്പേഴ്സിനെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ വിൽക്കുകയോ വാങ്ങുകയോ ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ മാർക്കറ്റിന് എന്ത് പറയുന്നു? സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയുന്നു. മുഷാറക്കയിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടിനും അനുവാദമുണ്ട്. മുഷാറക്ക, ഒരു ബേസിക് മുഷാറക്ക കോൺട്രാക്റ്റിനെ ഒരു കമ്പനി സെക്യൂരിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ഇസ്ലാമികമായിട്ട് എന്തില്ല, തടസ്സമല്ല. ദാറ്റ് ക്യാൻ ബി ഡൺ. ആ മുഷാറക്ക സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആൾ അത് സെക്കൻഡറി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനും എന്തില്ല, തടസ്സമല്ല. ദാറ്റ് ക്യാൻ ബി ഡൺ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ചെറുതായി പോയി, കാണുന്നുണ്ടോ? ബോണ്ട് മാർക്കറ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഈ ബോണ്ട്, ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിൽ അത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നതെങ്കിലും അവർ ഈ റിപ്പോ റേറ്റ് അനുസരിച്ച് മാറ്റുന്ന കാണാം. ചില കൊല്ലം 2%, അതും ഫിക്സഡ് അല്ലല്ലോ. അപ്പോൾ അത് അല്ല അതെന്തുകൊണ്ടാണ് ബോണ്ട് ഇനീഷ്യലി തന്നെ ഹറാമാന്ന് പറയാൻ കാരണം എന്താ? ബോണ്ട് കടപത്രം. കടം പലിശക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫിക്സഡ്, ഇപ്പോൾ കണ്ടുകൊണ്ടാണ് ആ ഡൗട്ട് വന്നത്. പലിശന്റെ ഇതെന്താണ് ഡെഫിനിഷൻ? ഹുവൽ ഖർള് അൽ മശ്റൂത്ത് ഫിഹിൽ അജൽ വസിയാദത്തുൽ മാൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞതാണ്. ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് കടത്തിലും സിയാദത്ത്, വർധനവുണ്ടോ, അതെല്ലാം തന്നെ എന്താണ്? പലിശയാണ്. ഇസ്ലാമികമായ നിർവചനം അതാണ്. മറ്റേതൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. അതിൻ്റെ ഇസ്ലാമികമായ നിർവചനം എന്താണ്? അതിൻ്റെ PPTയും ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ വീണ്ടും റീഷെയർ ചെയ്യാം, അത് വായിച്ചാൽ മനസ്സിലാക്കാം. നമ്മൾ സമയമെടുത്തുകൊണ്ട് വിശദീകരിച്ച കാര്യങ്ങളാണ് ഇത്. നമ്മൾ അവിടെ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങിയത്. അതിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് സെഷൻ ഇതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഡൗട്ട് വന്നത്. ഏത് കടവും, വർധനവ് നിബന്ധനയാക്കിയിട്ടുള്ള ഏത് കടവും എന്താണ്? പലിശയാണ്. ഓക്കെ, അപ്പോൾ കടപ്പത്രം സ്വാഭാവികമായിട്ടും പലിശയാണ്. അതിൻ്റെ നെസ്സുകളൊക്കെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് മുഷാറക്ക സർട്ടിഫിക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലോ സെക്കൻഡറി മാർക്കറ്റിലോ ട്രേഡ് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി, ഇപ്പോൾ നേരത്തെ ഉദാഹരണം തന്നെ എടുക്കുക, 1 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഷെയർ 100 എണ്ണം ഇഷ്യൂ ചെയ്താൽ കമ്പനിയുടെ മൂലധനം എത്ര? 1 കോടി രൂപ അല്ലേ? 1 ലക്ഷത്തിൻ്റെ 100 ഷെയർസ് എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ് കമ്പനിയുടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഷെയർ. കുറച്ച് കഴിഞ്ഞ് ഞാൻ സെക്കൻഡറി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഈ കമ്പനിയുടെ ഷെയർ 1 ലക്ഷത്തിൽ അധികം രൂപക്ക് ഞാൻ വിൽക്കണമെങ്കിൽ എന്ത് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം? 1, കമ്പനിയുടെ 100% ആസ്തിയും പണമായിരിക്കരുത്. അത്ര കമ്പനി ഷെയറൊക്കെ ഇഷ്യൂ ചെയ്തു, കിട്ടിയ 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് വെച്ചു. ആ സ്റ്റേജിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ സർട്ടിഫിക്കറ്റ് ഉയർന്ന വിലയിൽ വിൽക്കാൻ പറ്റില്ല. എന്താ കാരണം? റിബൽ ഫള് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. എന്താണ്? ഗോൾഡ് ഫോർ ഗോൾഡ്, സിൽവർ ഫോർ സിൽവർ, യദം ബി യദിൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രീമിയം ഒന്നും വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്താണ്?
ബാങ്കിൽ കിടക്കുന്ന 1 കോടി ഉറുപ്പ്യനെ 1.10 1.20 ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക മാത്രമാണ്. വെൻ മണി ഈസ് എക്സ്ചേഞ്ച് ഫോർ മണി ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അറ്റ് പാർ. പക്ഷെ എന്ത് വേണം, 1 കോടി ഉറുപ്പ്യ കമ്പനിക്ക് കിട്ടി. കമ്പനി എന്നിട്ട് എന്ത് ചെയ്തു? അതിന് വേണ്ട കുറച്ച് ആസ്തികൾ മേടിച്ചു. 20 ലക്ഷത്തിൻ്റെ ബിൽഡിംഗ് മേടിച്ചു, ഒരു 10 ലക്ഷത്തിൻ്റെ വേറെ ഗൂഡ്സ് ട്രക്കുകൾ മേടിച്ചു. അങ്ങനെ ആക്ച്വൽ ബിസിനസ്സിന് വേണ്ട അസറ്റ്സ് പ്രൊക്യൂർ ചെയ്താൽ പിന്നെ ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? എത്രയാണോ ലിക്വിഡ് അസറ്റ്സ് അതിൽ കൂടുതലായിരിക്കണം എന്ത്? ഷെയറിൻ്റെ വാല്യൂ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പിൻ്റെ ഷെയറാണ് നമ്മൾ കയ്യിലുള്ളത്. അപ്പോൾ കുറച്ച് ക്യാഷ് അല്ലാത്ത അസറ്റ്സും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി വാങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു ഷെയർ ഹോൾഡർ എന്നുള്ള നിങ്ങളുടെ കയ്യിൽ കമ്പനിയുടെ ഷെയർ ഉണ്ട്. ആദ്യം പറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്കത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കമ്പനിയുടെ ഇപ്പോഴത്തെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 കോടിയിൽ 60 ലക്ഷം ഉറുപ്യ, അല്ലെങ്കിൽ വേണ്ട 40 ലക്ഷം ഉറുപ്യ കമ്പനിയുടെ അടുത്ത് ക്യാഷ് ആയിട്ടാണ് ഉള്ളത് എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഷെയറിൽ ക്യാഷിൻ്റെ വാല്യൂ എത്ര? 40,000 ഉറുപ്യ. 40,000 രൂപയിൽ കൂടിയ ഏത് വിലക്കും നിങ്ങൾക്ക് ആ ഷെയർ വെക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് 1 ലക്ഷം ഉറുപ്പിൻ്റെ ഷെയർ എൻ്റെ അടുത്തുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഇങ്ങനെ 1 ലക്ഷം രൂപ 100 ആളുകളിൽ നിന്ന് മേടിച്ചു, എന്നിട്ട് ആ 1 കോടി ഉറുപ്പ്യ ബാങ്കിൽ ഇട്ട് വെച്ചു. അങ്ങനെ ഇട്ട് വെച്ച അവസ്ഥയിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പലതരം വിലകൾക്ക്, ആർബിട്രറി വാല്യൂസിന് ഈ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റിൽ വ്യാപാരം ചെയ്യാൻ അനുവാദം ഇല്ല. കാരണം അത് റിബൽ ഫضലാണ്. അവർ വ്യാപാരം ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? അവർ കൊടുത്ത ബാങ്കിൽ കിടക്കുന്ന 1 കോടി ഉറുപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ കമ്പനി ആക്ച്വലി ചില ആസ്തികൾ വാങ്ങിച്ചു, ആക്ച്വലി ട്രേഡിംഗ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് കടന്നു. പക്ഷെ അപ്പോഴും ആ കമ്പനിയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവുമല്ലോ. ക്യാഷ് ഒരിക്കലും പല വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യരുത് എന്നുള്ളത് ബേസിക് റൂളാണ്. പക്ഷേ ക്യാഷും മറ്റ് ആസ്തികളും മിക്സ് ആകുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അവിടെയുള്ള അതിനുള്ള ഉത്തരം എന്താണ്? എത്രയാണോ ക്യാഷ് അതിനേക്കാൾ കൂടിയ മൂല്യം ഷെയറിനുണ്ടെങ്കിൽ ക്യാഷിൻ്റെ മൂല്യം കഴിച്ചിട്ട് ബാക്കിയുള്ള വാല്യൂ ആസ്തികളുടെ വാല്യൂ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ആ ഷെയർ നമുക്ക് സാധാരണ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നത് പോലെ കൈമാറ്റം ചെയ്യാം. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഫുൾ ക്യാഷ് ആകരുത്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പം 1 കോടി രൂപയിൽ 50 ലക്ഷത്തിന് അസറ്റ്സ് വാങ്ങിച്ചു, ബാക്കി 50 ലക്ഷം ബാങ്കിലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഷെയർ 1 ലാഖിൻ്റെ ഷെയർ വിൽക്കാവോ? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് above 50,000 ആണെങ്കിൽ ഏത് വിലക്കും വിൽപ്പനയും വാങ്ങലും നടത്താം. 49,000 വിൽക്കാൻ പറ്റില്ല. അത് സാധാരണഗതിയിൽ അങ്ങനെ ആകില്ല. അങ്ങനെ റെഡി, ഓക്കെ. ഇത് കുറച്ച് അസറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വെറും ക്യാഷല്ല എന്നതുകൊണ്ട് ഓക്കെ. അതേസമയം ആ തുടങ്ങാൻ വിചാരിച്ച ബിസിനസ്, ഉദാഹരണമായി ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക, ലോറിയൊക്കെ വാങ്ങിയിട്ടേ ഉള്ളൂ, ആ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല, ബിസിനസ് യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടില്ല, കുറച്ച് അസറ്റൊക്കെ വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്? പ്രോഫിറ്റ് വേണമെന്നില്ല. ഒരാൾക്ക് ക്യാഷ് അല്ലാത്ത ഏത് മുതലും അയാൾ ഉദ്ദേശിക്കുന്ന വിലക്ക് വിൽക്കാലോ. അതിന് ഇസ്ലാമിൽ അനുവാദം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഒരു വീട് മേടിച്ചു, വാടക കൊടുക്കാനാണ് മേടിച്ചത്, പിന്നെ നിങ്ങളെ മൈൻഡ് മാറി, ഞാൻ വാടക കൊടുക്കില്ല, ഒരാൾ നല്ല വില പറഞ്ഞപ്പോൾ ഞാൻ വിറ്റു. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ലല്ലോ. ഒരു കണ്ടീഷനുള്ളത്, ക്യാഷ് നിങ്ങൾ 1 ലക്ഷം ഉറുപ്യ 1.10 1.20 എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ ആരനുവാദം തരുന്നില്ല.
100% ലിക്വിഡിറ്റി പറ്റില്ല. അല്ല, അത് ഊഹിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് ജെന്യുവിൻ ആയിട്ടുള്ള അസസ്മെൻറ്റുകളായിരിക്കും. ഉദാഹരണത്തിന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ അയാളുടെ കമ്പനിയിൽ 20% ഇപ്പോൾ ലുലു മാളുടെ ഷെയർ വന്ന് ഞങ്ങൾ വാങ്ങുമോ? അദ്ദേഹം കൊടുക്കുന്നില്ല, പബ്ലിക്കിന് ഇപ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ താല്പര്യരായ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ മോളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഷെയർസിൻ്റെ വാല്യൂ കൂടും. എന്താ കാരണം? കൂടുതൽ ആളുകൾ അതിലേക്ക് താല്പര്യരായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. ലാഭം എന്ന് പറഞ്ഞാൽ പ്രവർത്തന ലാഭമല്ലല്ലോ, ഇത് ആസ്തിയുടെ ലാഭമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഷെയർ എന്നുള്ളതിന് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ലുലു മാളിലുള്ള നിങ്ങളുടെ അസറ്റ്സിനെ അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. അവിടെ ആ മാളിൽ എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ ഓണർഷിപ്പാണ്. ആ അസറ്റിനെയാണ് നിങ്ങൾ വിൽക്കുന്നത്. അസറ്റിന് ഏത് വിലക്ക് ആർക്കും വിൽക്കാം, അതിന് ബുദ്ധിമുട്ടില്ല. മാൾ കംപ്ലീഷൻ ആകണ്ട. നിങ്ങൾ പകുതി കെട്ടിയൊരു വീട് വിറ്റൂടെ? നിങ്ങൾ സ്ഥലം വാങ്ങി തറട്ടപ്പോൾ ഒരാൾ വില പറഞ്ഞു വിറ്റൂടെ? അതിനെ കംപ്ലീഷൻ ആകണമെന്ന് എവിടെ കണ്ടീഷനുള്ളത്? അതെ, അസറ്റിൻ്റെ അപ്രീസിയേഷൻ മാത്രമാണ്. പക്ഷെ അസറ്റിൻ്റെ അപ്രീസിയേഷൻ എവിടെ പാടില്ല എന്നാണ് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് മാത്രമാണെങ്കിൽ പറ്റില്ല. അതിനങ്ങനെ അപ്രീസിയേഷൻ, അതാണ് റിബ ഫള് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. സമയം തീരാതെ ഒറ്റ സംഗതി. ഇനി ഈ മോഡേൺ ടൈംസിൽ വന്ന മറ്റൊരു ടൈപ്പ് ഓഫ് മുഷാറക്കയാണ് ഡിമിനിഷിങ് മുഷാറക്ക. മുഷാറക്ക മുത്തനാഖിസ എന്നാണ് അതിന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻസിങ് ടെക്നിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാണ്. ഒരു ഫൈനാൻസിയർ ഉണ്ടാകും, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്ക് ആണെന്ന് കൂട്ടാം. ഇസ്ലാമിക് ബാങ്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഒരു 60% ഫണ്ടിങ് ചെയ്യുന്നു, ബാക്കി 40% ഓൺട്രപ്രന്യൂറുടേതാണെങ്കിൽ എങ്ങനെ ചെയ്യാം? കണ്ടിന്യൂസ്ലി അത് അങ്ങനെ തന്നെ റേഷ്യോ നിലനിർത്തി പോകുന്നതിന് പകരം ഇതിനെ യൂണിറ്റ്സ് ആക്കുകയും സെക്യൂരിറ്റൈസ് ചെയ്യുകയും ഇതിനെ ഓരോ വർഷവും നിങ്ങൾക്ക് തിരിച്ചു വാങ്ങുന്ന രൂപത്തിൽ കുറച്ച് ഈ 60% ബാങ്കിൻ്റെ ഉണ്ടല്ലോ, അതൊരു വർഷം ഒരു യൂണിറ്റ് നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് വിചാരിക്കുക. ഒരു വർഷം കൊണ്ട് അത് 59% ആക്കാം. 58 ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ ബാങ്കിൻ്റെ ഷെയർ റെഡ്യൂസ് ചെയ്ത് പോകുന്ന രൂപത്തിലുള്ള മുഷാറക്ക എന്ത് പറയും? ഡിമിനിഷിങ് മുഷാറക്ക. ആ ഡിമിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ഷെയറും അതേപോലെ ഡിമിനിഷ് ചെയ്യും. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇനീഷ്യലി എന്താണ് ഉണ്ടായിരുന്നത്, അവിടെയുള്ള പ്രോഫിറ്റും അവരുടെ ക്യാപിറ്റൽ ഹോൾഡിങ്ങും കുറഞ്ഞ് അത് അവസാനം 0 ആവുകയും ഓൺട്രപ്രന്യൂറുടേതായിട്ട് ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്ന, അങ്ങനെ അസറ്റ് ഫിനാൻസിങ്ങും പറ്റും, ഹൗസിംഗ് ഫിനാൻസിങ് പറ്റും. ഡിപ്രീഷ്യബിൾ അസറ്റ്സിൽ അതത്ര വർക്കൗട്ട് ആവില്ല, കാരണം അതിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മുളാറബ ആൻഡ് മുഷാറക്ക എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് മാത്രം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഉത്തരം പറയാൻ, കാരണം 10 minutes നമുക്ക് ക്ലോസിംഗ് ഉണ്ട്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. 3 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഒന്ന്, ഗോൾഡ് സ്കീം, അഡ്വാൻസ് ഗോൾഡ് പർച്ചേസ്, അത് ഹറാമാണോ? 2, പിന്നെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇതിൽ ഏത് റൂളാണ് വയലേറ്റ് ചെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ സ്ഥലം വെക്കുമ്പോൾ ഫെയർ വാല്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്, ഏകദേശം 95% ആൾക്കാരും അത് മുഴുവനായിട്ട് കാണിക്കണ്ടേ? ഇസ്ലാമികപരമായിട്ട് എന്ത് റൂളാണ് ഇതിൽ പറയുന്നത്? 3 വേറെയാണ്, പക്ഷേ ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നത് 3 ഒരു ബന്ധമില്ലാത്ത പറയണമെങ്കിൽ അതിൽ സേവിങ്സ് ബാങ്കിനെ പറ്റി ഗോൾഡിൻ്റെ കാര്യത്തിനെ പറ്റിയും പറയാം. സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാണെന്ന് ചോദിക്കാൻ തന്നെ കാരണം എന്താണ്? വാദം എന്തുകൊണ്ടാന്നുള്ളതിലേക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പറഞ്ഞ ആളോട് ഇത് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. അതിലിത്ര അന്വേഷിക്കാനൊന്നുമില്ല. വർധനവ് ഉടമ്പടിയാക്കപ്പെടുന്ന എല്ലാ കടവും ഇസ്ലാം പലിശയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സേവിങ്സ് ബാങ്ക് പിന്നെന്താണ്? ഡെപ്പോസിറ്റ് കടല്ലേ? ബാങ്ക് നിങ്ങൾ കൊടുക്കുന്ന കടമാണല്ലോ. ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ തിരിച്ചു തരാൻ ബാധ്യസ്ഥനല്ലേ? അല്ലേ? ഞാൻ 1 ലക്ഷം റുപ്യ എൻ്റെ SBI അക്കൗണ്ടിലിട്ടു,
ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ഇത് ബാങ്ക് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ ഇടുവോ? ഞങ്ങൾക്ക് വേണേ നിങ്ങൾ നോക്കിക്കോളി, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല ഇന്ന്. അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടോ? ഇല്ല. എന്ത് അത് പോണ കാര്യം, അത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പറയണത്, ബാങ്കിലിട്ട പൈസൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. നിങ്ങൾ വിഷയം മാറ്റല്ലേ. എന്ത് കിട്ടൂല? എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 50 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 50 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടണ്ടേ? തകരണ്ട, തകരാത്തപ്പോഴുള്ള കാര്യം ഞാൻ പറയണത്. തകരാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കാട് കയറുന്നു, അതാണ് പ്രശ്നം. തകരാതെ ബാങ്ക് അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ 50 ലക്ഷം ഉറുപ്പ്യ നിങ്ങളുടേതല്ലേ, അതിൽ ബാങ്കിന് കൊടുത്തു. ബാങ്ക് അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പോലെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കുറേ ആൾക്കാരെ പൈസ ഉണ്ട്, അതുകൊണ്ട് ബാങ്ക് ലോൺ കൊടുക്കുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് മേടിക്കുന്നു, അതിൽ കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് തരുന്നു. ഇതാണല്ലോ ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ 50 ലാക്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 50 ലാക്സും ഇൻട്രസ്റ്റും നിങ്ങൾക്ക് തരാൻ ബാങ്ക് ബാധ്യസ്ഥനാണ്. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറയുന്ന എമൗണ്ട് എല്ലാം തന്നെ എന്താണ്? കർളാണ്, ദൈനാണ്. ഓക്കെ, അതിലെന്തും നിങ്ങൾ ഉടമ്പടിയാക്കിയാൽ, വർധന ഉടമ്പടിയാക്കിയാൽ അതൊക്കെയും പലിശയാണ്.